മറ്റേ മൈക്ക് മ്യൂട്ടാ. അവിടെ ഒരു വട്ടത്തിന്റെ മുകളിൽ പി മറ്റേ ഇതൊന്നും കണ്ടല്ലോ, ഒരു ബൈക്ക് പോലെ സാധനം, അതിന്റെ മുകളിൽ വരയിട്ട് വെച്ചിട്ട്. അത് വേണ്ട, അത് മാറ്റൂ. കിട്ടിയോ? കണ്ടോ? അവിടെ ഒരു വട്ടമുണ്ട്. വട്ടത്തിന്റെ ഇങ്ങനെ ഒരു മൈക്കിന്റെ ഒരു ചിഹ്നം. മൈക്കിന്റെ ചിഹ്നം ഉണ്ട് അതിനകത്ത്. ലാപ്പിലല്ലേ? ലാപ്പിലാണോ ഫോണിലാണോ? ലാപ്പിലാണ്. അപ്പൊ ലാപ്പിന്റെ താഴെ, ഏറ്റവും താഴെ പിന്നെ ഒരു ഇതുണ്ട്. അവിടെ ഒരു മൈക്ക് പോലെ ഉണ്ട് ഒരു സാധനം. ഒരു മൈക്കിന്റെ ചിഹ്നമുണ്ട്. മൈക്ക് അങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനൊരു ഇതുപോലെ നിൽക്കും. അതിന്റെ അതിന്റെ മുകളിൽ ഒരു വട്ടമുണ്ട്. കണ്ടില്ലേ? നോക്ക്. റൈറ്റില് താഴെ ഉണ്ടാവും അത്. സാർ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്തോ. ഒന്ന് ഔട്ട് പോയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ തിരിച്ചു വരും. നമുക്ക് തുടങ്ങാം സാർ. ഓക്കെ, തുടങ്ങാം. അഫ്ര തുടങ്ങിക്കോളും. എല്ലാവർക്കും നമസ്കാരം. വായന ചിന്തയുടെ ചക്രവാളം അനന്തമാക്കും, മാനവികതയെ ഉദ്ദീപിക്കും, അറിവ് വർദ്ധിപ്പിക്കും, നല്ല മനുഷ്യനാക്കും, ഹൃദയം ആർദ്രമാക്കും. വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് വായനക്കാർക്കുള്ള ഒരിടമാണ് വ്യാഴാഴ്ച വായനാഴ്ച. മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിലെ ഇപ്പൊ ഓക്കെയാണ്. ശരി. വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് വായനക്കാർക്കുള്ള ഒരിടമാണ് വ്യാഴാഴ്ച വായനാഴ്ച. മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന നമ്മുടെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ വായനയും നമ്മെ പുതിയ ചിന്തകളിലേക്കും ലോകങ്ങളിലേക്കും നയിക്കുന്നു. ഇന്ന് പുസ്തക നിരൂപണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മധുപാൽ സാറിന്റെ മായാസഞ്ചാരം എന്ന പുസ്തകമാണ്. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഔദ്യോഗികമായി ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ കോളേജിലെ 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ദർശന CDയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. വായനയുടെ സ്വാധീനം കൊണ്ട് എഴുതാനും ചിന്തിക്കാനും യുക്തിപരമായി സർഗശേഷി ഉണ്ടാക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്ന ഒരു കൂടിയിരിപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ബിസ്നി മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മായാസഞ്ചാരം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മധുപാൽ സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്ന നമ്മുടെ കോളേജിലെ 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഐശ്വര്യയെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി ദർശന. ഇന്നിവിടെ പുസ്തക നിരൂപണം നടത്തുന്നത് 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഐശ്വര്യ TS ആണ്. ഐശ്വര്യ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പിനക്കൽ എക്സ്പ്ലോറിലെ US കനേഡിയൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഓൺലൈൻ ട്യൂട്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. പുസ്തക നിരൂപണത്തിനായി ഏറെ സ്നേഹത്തോടെ ഐശ്വര്യ TSനെ ക്ഷണിക്കുന്നു. താങ്ക് യു അഫ്ര. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജിനും
ഈ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടി ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഇതിൻ്റെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ സാറിനും ഹീരാം മിസ്സിനും ഒരുപാട് നന്ദി പറയാണ്. ഐ എം ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ഇത്രയും വലിയ വ്യക്തിത്വങ്ങളുടെ കൂടെ ഇരിക്കാനും അവരുടെ ബുക്കൊക്കെ പറയാനുള്ള ഒരു അവസരം കിട്ടിയതിന്. റിവ്യൂയിലേക്ക് പോകാം. ആരുടെയോ മൈക്ക് ഓണാണ്. എനിക്ക് തോന്നുന്നു മാത്യു സാറിന്റെ ആണോ? ഒന്ന് മ്യൂട്ട് ആക്കാവോ സാറേ? ഒരു നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ക്ലിയർ ആണോ സർ? ഓക്കെ കുട്ടി തുടർന്നു. ഓക്കെ. സിനിമയെ അനുഭവം കൊണ്ട് തൊട്ടറിഞ്ഞ് അതിൻ്റെ സർഗാത്മക വഴികളിലൂടെ സഞ്ചരിച്ച് പ്രശസ്ത നടനും സംവിധായകനുമായ മധുപാൽ സാറിൻ്റെ ഏറ്റവും പുതിയ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ് മായാസഞ്ചാരം. മാതൃഭൂമി ബുക്സ് 2026 ജനുവരിയിൽ പുറത്തിറക്കിയ ഈ പുസ്തകത്തിൻ്റെ കവർ ഫോട്ടോ ജമേഷ് കോട്ടക്കലും കവർ ഡിസൈൻ വിമൽ JPയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. പുസ്തകത്തിന്റെ സൂചക ഫലകം എഴുതിയിരിക്കുന്നത് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PF മാത്യു സാറാണ്. മധുപാൽ ഈ മായാനദിയിൽ, അതായത് സിനിമയിൽ കാല് നനയ്ക്കാൻ ഇറങ്ങിയതല്ല എന്ന് സാർ ഇതിൽ പറയുന്നുണ്ട്. അത് വളരെ അന്വർത്ഥമാണെന്ന് എനിക്കും വായിച്ചപ്പോൾ അനുഭവപ്പെട്ടു. മായാസഞ്ചാരത്തിലെ ഓർമ്മക്കുറിപ്പുകൾ മാധ്യമത്തിൽ വാർഷിക പതിപ്പായും പിന്നീട് ആഴ്ചപ്പതിപ്പായും ആസ്പെക്ട് റേഷ്യോ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മായാസഞ്ചാരം എന്ന ടൈറ്റിൽ എന്തുകൊണ്ടും ഈ പുസ്തകത്തിന് യോജിക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. വായനക്കാരന് ഇതൊരു മായാസഞ്ചാരം തന്നെയാണ്. സിനിമയുടെ ലോകം നമ്മളെ വിസ്മയിപ്പിക്കുന്നത് പോലെ ഈ പുസ്തകം വായനക്കാർക്ക് മായാലോകത്തിൻ്റെ ഒരു അനുഭൂതിയാണ് പകർന്നു നൽകുന്നത്. ഓരോ പുസ്തകവും തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ വായനക്കാർക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടാവാം. മായാസഞ്ചാരത്തിൻ്റെ വായനയിൽ സിനിമയും സാഹിത്യത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ പുസ്തകം വായിക്കാതിരിക്കാൻ എന്ത് കാരണമാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ ആലോചിച്ചത്. 1990കളിലെ സിനിമകളുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന മധുപാലിന്റെ ഏറ്റവും പുതിയ പുസ്തകം എന്ന് പുസ്തകത്തിന്റെ ബ്ലർബിൽ പറയുന്നുണ്ട്. ടെക്നിക്കലി പറയുമ്പോൾ ശരിയാണ്, ക്യാമറയുടെ മുന്നിലും പിന്നിലുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ ആ ഒരു ബൈനറി ലേബൽസിനപ്പുറം സിനിമയെ ബഹുവീക്ഷണ കോണുകളിലൂടെ നോക്കിക്കാണുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണിതെന്ന് പറയാം. മധുപാൽ സാറിന്റെ ഓർമ്മകളായി മാത്രമല്ല, മലയാളം സിനിമയുടെ 1991 മുതൽ 94 വരെയുള്ള ഓർമ്മകളായി മാറുന്നുണ്ട് ഈ കുറിപ്പുകൾ. വളരെ നോൺ ലീനിയർ നറേറ്റീവ് സ്റ്റൈലിൽ ഉപയോഗിച്ചിട്ടാണ് സിനിമയുടെയും സീരിയലിൻ്റെയും തന്ത്രമൊക്കെ പുസ്തക രചനയിൽ കൊണ്ടുവരാൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ അധ്യായ വിഭജനമില്ലെങ്കിലും 10 അധ്യായങ്ങളിലൂടെയാണ് വായനക്കാർ സഞ്ചരിക്കുന്നത്. ഒന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ വിജയൻ പെരിങ്ങോട് സർ പറയുന്ന ഒരു കഥ പരാമർശിച്ചുകൊണ്ടാണ്. തുടർന്നങ്ങോട്ട് PF മാത്യൂസ്, ജൂഡ്, AJ ബേബി, ഭരത് ഗോപി എന്നിവരുടെ സ്വാധീനം സിനിമാ ലോകത്തെ തൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. തനിക്കൊരു കുഞ്ഞു പിറക്കുന്നതും താൻ സിനിമാ ലോകത്തെത്തുന്നതും ഒരേ സമയത്തായിരുന്നു എന്നത് ഒരു നിമിത്തം പോലെ വന്നു ചേർന്നതാണെന്ന് എഴുത്തുകാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. പല അധ്യായങ്ങളിലായും കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റും ചർച്ചകളും കഥകളുടെയും കേന്ദ്രങ്ങളായി അന്നും സജീവമായിരുന്നു എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. അത് അന്നും കോഫി ഷോപ്പുകൾ ഇത്രയും സജീവമായിരുന്നു. എന്നാൽ ഇന്നും അത് അത്രയും തന്നെ ആ ഒരു സംസ്കാരം ഇന്നും തുടർന്നു പോകുന്നു എന്നത് എനിക്ക് ഉള്ളിലൊരു സന്തോഷം തോന്നി അത് ആലോചിച്ചപ്പോൾ. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മധുപാൽ സാറിൻ്റെ ഒപ്റ്റിമിസമാണ്. എല്ലാ അധ്യായങ്ങളിലും അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുള്ളതാണ്. തുടക്കകാലത്തിൽ പോലും എന്താ പറയുക, ഒരു ആവലാതിയോ അല്ലെങ്കിൽ ഫിയേഴ്സോ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ, ഒരു പേടിയോ അങ്ങനെയൊക്കെ. അതൊന്നും എനിക്ക് ഇത് വായിച്ചപ്പോൾ സാറിനത് ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടില്ല. ഇതിൽ തന്നെ പല അധ്യായങ്ങളിലായിട്ട് ചില കോട്സുകൾ, ആദ്യത്തെ അധ്യായത്തിൽ വരുന്നൊരു കോട്ടുണ്ട്, പ്രകാശത്തിന്റെ ലക്ഷ്യം കൂടുതൽ പ്രകാശം സൃഷ്ടിക്കുക എന്നതാണ്. അതുപോലെ അവസാനത്ത് ഒരു അധ്യായത്തിൽ ഒരു വഴി അടയുമ്പോൾ 100 വഴി തെളിയും എന്നീ വാചകങ്ങളുടെ ഊർജം തന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്.
പിന്നെ ഒന്നാം അധ്യായത്തിലെ ഒരു വാചകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുത്തിരിക്കുന്നത്, അപ്പം ഞങ്ങൾ ലിറ്റററി ക്രിറ്റിസിസത്തിൽ TAC Eliotന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അപ്പൊ അതൊക്കെ പറയുന്ന ഒരു ഈ ഒരു കോട്ട് കേട്ടപ്പോൾ, അതായത് പറഞ്ഞതും കേട്ടതുമായ കഥകൾ വീണ്ടും കാണുന്നതും കേൾക്കുന്നതും മറ്റൊരു നാവിൽ നിന്നാവും, പക്ഷെ അവയൊക്കെ വെളിച്ചം നിഴലിനു മീതെ വെളിപ്പെടുന്നത് പോലെ വേറിട്ടതാവും. അതായത് നമ്മുടെ പാസ്റ്റിനോട്, നമ്മുടെ പാസ്റ്റിൽ വന്ന വർക്കുകളോട്, അതിലെല്ലാം എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടാകും, ട്രഡീഷൻ ഉണ്ടാകും, പക്ഷെ എന്നാൽ കൂടിയും അതൊന്നും കോപ്പിയടികൾ പോലെ തന്നെയല്ല, അത് ഒരു വേറിട്ടതായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വളരെയധികം പിക്ചറസ്ക് ആയിട്ടുള്ള വിവരണങ്ങൾ, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല അധ്യായങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ തുടക്കം അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട്, എന്താ പറയാ, സിമിലീസും വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി ആയിട്ടുള്ള സെൻസറി ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന വാചകങ്ങളാണ്. എന്നാൽ നമുക്ക് അതൊട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യലി കയറ്റി വെച്ചതാണ് അങ്ങനെയൊന്നും തോന്നില്ല. വളരെ റിയലിസ്റ്റിക് ആയ അനുഭൂതി നൽകാനായിട്ട് അവയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഗന്ധർവൻ എന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. ആ മനോഹര ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ഷനെ പറ്റി അത്യധികം ഉത്സാഹത്തോടെയാണ് ഞാൻ വായിച്ചത്. ആ സെറ്റിലേക്ക് ഒരു മായാലോകത്തെത്തി അവരോടൊപ്പം ഞാൻ സഞ്ചരിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പുസ്തകത്തിലെ പല അധ്യായങ്ങളിലും എഴുത്തുകാരൻ നമ്മളുടെ ക്യൂരിയോസിറ്റി ഇങ്ങനെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ട് മൺമറയുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ഈ 2-ാം അധ്യായത്തില് അന്വേഷിച്ച പോലെ കാറ് കിട്ടിയോ എന്ന ചോദ്യം എന്നെ വേട്ടയാടി. അതേപോലെ 3-ാം അധ്യായത്തിലെ അവസാന വാചകം ഇങ്ങനെയാണ് കേട്ടോ: ഈ കഥ ലാൽ സാറിനോട് പറയാൻ ഒരു സമയം ഉണ്ടാക്കണം. അതെപ്പോൾ? ഞാനിത് വായിച്ച ഉടനെ എൻ്റെ മൈൻഡിൽ ദും ദും തന തന ദും ദും തന തന മറ്റേ സീരിയൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തതായിട്ട് ഞാൻ ഓർക്കാണ്. ഓക്കെ, ഓരോ സിനിമകളുടെയും ഒരുക്കങ്ങളെ പറ്റി വായിച്ചതിന് ശേഷം അത് എങ്ങനെയായിരുന്നു ചെയ്തത് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ സീന് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു ലെൻസിലൂടെ അല്ലെങ്കിൽ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മൾ ആ സിനിമേനെ അല്ലെങ്കിൽ ആ സീനിനെ കാണുന്നു എന്നതാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൽ ബട്ടർഫ്ലൈസ് എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇത് വായിച്ച അപ്പം തന്നെ ആ സിനിമ വേഗം പോയി യൂട്യൂബിലെടുത്ത് അതിന്റെ ഡ്രസ്സും അവിടുത്തെ വസ്തുക്കളും ഒക്കെ നോക്കാനായിരുന്നു എനിക്ക് ഭയങ്കര ഒരു, എന്താ പറയാ, ത്വര. അങ്ങനെ വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും അവയുടെ നിറത്തിന്റെയും പ്രാധാന്യം സിനിമയിൽ പല കാലഘട്ടങ്ങൾ അനുസരിച്ചും ടെക്നോളജി അനുസരിച്ചും ഇവോൾവ് ആകുന്നത് എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളോടും തന്നെ പ്രാധാന്യം വസ്തുക്കൾക്കും സിനിമയിൽ ഉണ്ടെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഉപയോഗിക്കുന്ന കാറുകൾ, ആന്റിക് വസ്തുക്കൾ, മറ്റ് പ്രോപ്സുകൾ, ഇതെല്ലാം സിനിമയുടെ തന്നെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതുന്നു എന്നാണ് പറയുന്നത്. യമനം, കണ്ണൂർ, ഓസ്ട്രേലിയ, തങ്കക്കൊലുസ്, ഞാങ്കന്ധർവൻ, കാശ്മീരം, അഗ്നിദേവൻ, മണിച്ചിത്രത്താഴ്, വാർദ്ധക്യപുരാണം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ ഈ പല അധ്യായങ്ങളിലായിട്ടാണ് നിരക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും മാത്രമൊന്നുമല്ല, ഇതിലും കൂടുതൽ സിനിമകൾ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നില്ല എന്നുള്ള, വായിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ശരറാന്തൽ, മാധവൻ സർ, ഹരിശ്ചന്ദ്ര എന്നീ സീരിയലുകളുടെ സാന്നിധ്യവും പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ ലൊക്കേഷന്റെയും പോകുന്ന സ്ഥലങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അവിടുത്തെ ചരിത്രപരമായ ഐതിഹ്യങ്ങളും തനത് രുചിക്കൂട്ടുകളും അറിഞ്ഞെടുക്കാനുള്ള എഴുത്തുകാരന്റെ ജിജ്ഞാസ, അത് ഞാൻ ആ പുസ്തകത്തിൽ എനിക്ക് പ്രകടമായിട്ട് തോന്നി. അതായത് ഒരു സ്ഥലമോ ലൊക്കേഷനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയത് എപ്പോഴാന്ന് വെച്ചാൽ, അതായത് അന്ന് ആ പണ്ട് കാലത്ത് പോയ ഹോട്ടലുകളുടെ പേര് പോലും ഓർക്കുന്നു. ഭക്ഷണം കഴിച്ച ഹോട്ടലിന്റെ പേര് ഇന്നലെ ഏത് കഴിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ അദ്ദേഹം അതുപോലും ഓർത്തിരിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പല ലൊക്കേഷനുകളുടെയും കാലാന്തരത്തിലുള്ള മാറ്റങ്ങളും പിന്നീട് അവ വീണ്ടും കാണുമ്പോൾ മനസ്സിന്റെ കോണുകളിൽ ഉണരുന്ന നൊസ്റ്റാൾജിയയും വിവരിക്കുന്നുണ്ട്. ട്രെയിൻ യാത്രയിലെ വിശേഷങ്ങളും വായനക്കാരിൽ ഒരു മറക്കാതെ എന്ന വണ്ണം പതിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടാവും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. സിനിമയോട് ചേർന്ന് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ചില സന്ദർഭങ്ങളിൽ വിശ്വാസം എന്നത് കരുത്താകുന്നതിനെയും എഴുത്തുകാരൻ പരാമർശിക്കുന്നുണ്ട്.
അധ്യായത്തിലാണ് കൂടുതലും വിശ്വാസങ്ങളെ പറ്റിയിട്ടും അത് സംബന്ധിച്ചിട്ട് പല പൂജകളുടെ കാര്യങ്ങളും വിളക്ക് കത്തിക്കുന്ന കാര്യം അതൊക്കെ പറയുന്നത് ആ ഒരു അധ്യായത്തിലാണ്. മരുത്വാമലയുടെ ഐതിഹ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു 5-ാം അധ്യായത്തിലാണ്. ഒരു സിനിമ രൂപപ്പെടുന്നതിന് പിന്നിലെ കഠിനമായ പ്രക്രിയയെക്കുറിച്ചും എഴുത്തുകാരൻ ഇതിൽ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. കടലാസിൽ എഴുതി വെക്കുന്ന വരികളെ വെള്ളിത്തിരയിലെ ദൃശ്യങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും കഷ്ടപ്പാടുകളും ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല അന്ന് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊരു ക്യാമറാമാന്റെ രോദനം എന്ന് എനിക്ക് തോന്നി. അത് പ്രത്യേകം ഒരു ലൈക്ക് ജെ വില്യംസ് എന്ന് പറയുന്ന ക്യാമറാമാൻ പറഞ്ഞൊരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് തന്നെ വായിച്ച് തന്നെ മനസ്സിലാക്കും. സൂപ്പർ സ്റ്റാർസ് ആയ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരുടെ അഭിനയ മികവിനെയും ഡെഡിക്കേഷനെയും ആദരിക്കുന്നതോടൊപ്പം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ടാലന്റഡ് ആയ ക്യാമറാമാൻ ജെ വില്യംസിനെയും മേക്കപ്പ് മാൻ ആയ ശങ്കറിനെയും ഡ്രൈവിംഗിലെ മികവുള്ള ബാസ്റ്റിനെയും ഓർക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. തൻ്റെ സിനിമയുടെ യാത്രയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും ഓർത്ത് അവരോടെല്ലാം നന്ദി പറയുന്നത് മിക്ക വരികളിലും നമ്മൾക്ക് തോന്നും. കൽപ്പന ചേച്ചിയോടൊക്കെ നന്ദി പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് മറന്നു പോവാന്ന് എന്നാ അദ്ദേഹം എല്ലാവരെയും ഓർത്തോർത്ത് നന്ദി പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു മനഃപൂർവ്വമായിട്ട് എഴുതി ചേർത്തതല്ല, ഒരു ഫ്ലോയില് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഉയർന്ന പദവിയുള്ള റോളുകള് സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതും നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നെ ഏറ്റവും ത്രില്ലടിപ്പിച്ചത് 7-ാമത്തെ അധ്യായമാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് അധ്യായം കേട്ടോ. യാരെന്ത പയ്യൻ എന്ന വാക്കുകള് എന്നിലെ പുഞ്ചിരി ഉണർത്തിയിരുന്നു. ഇപ്പോഴും അത് എനിക്ക് പുഞ്ചിരി ഉണർത്തുന്നുണ്ട്. അത് ആരാണ് ഈ ഡയലോഗ് പറഞ്ഞതെന്നോ എന്തായിരുന്നു സന്ദർഭം എന്നോ ഞാൻ പറയുന്നില്ല. വായിച്ച് തന്നെ അത് മനസ്സിലാക്കുക, അതാണ് അതിൻ്റെ രസം. ഓക്കെ, വായിക്കുന്നതിനിടയിൽ കയറി വന്ന ചില വാക്കുകൾ, അതായത് ഇപ്പോൾ ഫോൺ ബൂത്ത്, ഫോണില്ലാത്ത വീട്, കാസറ്റ് വിൽക്കുന്നത്, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ ഇത് പഴയ കാലമായിരുന്നല്ലേ എന്നുവെച്ചാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റണില്ല അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്. ഞാൻ ഫോണില്ലാത്തൊരു കാലത്ത്, അതായത് ലാൻഡ് ലൈനെങ്കിലും ഉണ്ടായിരുന്നു ഞാനൊക്കെ ജനിക്കുന്ന ആ ടൈമിൽ. ഈ ബുക്ക് ചെയ്തിരിക്കുന്ന സന്ദർഭങ്ങൾ നടക്കുന്ന ആ ഒരു ടൈമിലൊന്നും ഞാൻ ഇല്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഇതെല്ലാം ആ മായലോകത്തിലൂടെ അറിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, സിനിമയുടെ എല്ലാ വശങ്ങളിലേക്കുള്ള ഒരു ആഴമേറിയ തിരിഞ്ഞു നോട്ടമാണ് ഈ പുസ്തകം. സിനിമയുടെ ഓരോ അടരുകളെയും മനസ്സിലാക്കാനും അതിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന് പ്രവർത്തിക്കാനും സാധിച്ചതിലുള്ള എഴുത്തുകാരൻ്റെ ആത്മസംതൃപ്തി വായനക്കാരന് തൊട്ടറിയാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. ഓരോ സിനിമയും മുട്ടിടുന്നത് എത്ര വ്യത്യസ്തവും സുന്ദരവുമാണെന്ന് ഈ പുസ്തകം കാണിച്ചു തന്നു. പിഴുതെറിയപ്പെടുന്ന ചില സിനിമകൾ പിന്നീട് പൂക്കുന്ന മാന്ത്രികതയെ അദ്ദേഹം വരച്ചു കാട്ടുന്നു. മലയാള ചലച്ചിത്ര മേഖലയിലെ അണിയറ പ്രവർത്തനങ്ങൾ, സാങ്കേതിക വികാസങ്ങൾ, മാറ്റങ്ങൾ എന്നീ വിഷയങ്ങളിൽ വിപുലമായ ഗവേഷണ സാധ്യതകൾ നൽകുന്ന ഒന്നുകൂടിയാണ് ഈ പുസ്തകം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കതൊരു നല്ല വായനാനുഭവമായിരുന്നു. 1994 കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളൊക്കെ വായിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് സിനിമ ഗുരു, അതിൻ്റെയൊക്കെ അനുഭവം, അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ എനിക്ക് കേൾക്കാൻ വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും എല്ലാവരും കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം. നന്ദി ഐശ്വര്യ. എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി മായാസഞ്ചാരം പുസ്തകത്തിന്റെ രചയിതാവും സഹസംവിധായകനുമായ ശ്രീ മധുപാൽ സർ നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് സന്തോഷം സർ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. ഗ്രന്ഥരചയിതാവിനെ നമുക്ക് പരിചയപ്പെടാം. ചെങ്കളത്ത് മാധവമേനോന്റെയും കാളമ്പത്ത് രുക്മിണി അമ്മയുടെയും മകനായി കോഴിക്കോട് ജനിച്ചു. 1994 മുതൽ സിനിമാ രംഗത്ത് സഹസംവിധായകനായും 100-ലധികം സിനിമകളിൽ നടനായും പ്രവർത്തിച്ചു. 1985 മുതൽ കഥാരചനാ രംഗത്ത് സജീവമാണ്. ആകാശത്തിലെ പറവകൾ, ദൈവത്തിന് സ്വന്തം ദേവുട്ടി, കാളിഗണ്ഡകി എന്നീ ടെലിവിഷൻ സീരിയലുകളും തലപ്പാവ്, ഒഴിമുറി, ഒരു
പ്രസിദ്ധ പയ്യൻ എന്നീ സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമ, സീരിയൽ സംവിധാനം, മികച്ച ചിത്രം എന്നീ തലങ്ങളിൽ കേരള സർക്കാരിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥകൾ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരക്കഥാകൃത്തായും ശ്രദ്ധേയനാണ്. ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത്, ഹീബ്രുവിൽ ഒരു പ്രേമലേഖനം, കടൽ ഒരു നദിയുടെ കഥയാണ്, ജാരപുത്രൻ, മധുപാലിന്റെ കഥകൾ, ഒരു കാലം വരും, എന്റെ പെൺനോട്ടങ്ങൾ, തീമുള്ളുകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. നിലവിൽ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. ഏറെ സ്നേഹത്തോടെ എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി മധുപാൽ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാന് എന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങളിൽ നിന്നും എന്ത് എനിക്ക് ഏത് രീതിയിൽ, ഇപ്പൊ നേരത്തെ ഐശ്വര്യ പറഞ്ഞതുപോലെ ഇതിനൊരു 90 മുതൽ 94 വരെയുള്ള ഒരു പീരീഡില് ഉള്ള ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, ഐ നോബഡി എന്നുള്ള ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നു. സിനിമ അനുഭവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 90 മുതൽ ഈ 2026 വരെ വർക്ക് ചെയ്തിട്ടുള്ള സമയങ്ങളിൽ സിനിമ അസിസ്റ്റന്റായിട്ടും അല്ലാതെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് പോലും ഈ സിനിമയിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ തിയേറ്ററുകളിൽ വരുന്ന ഒരു പോലീസ് വേഷമാണ്. അതാണ് ഏറ്റവും രസം തോന്നിയത്. കാരണം ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പോലീസ് വേഷം തിയേറ്ററുകളിൽ വരുന്നത്. കഴിഞ്ഞ 2022 ഒരു OTT-യിൽ ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്ന മനോരമ മാക്സിൽ കളിക്കുന്ന ഒരു സിനിമയിലാണ് ഞാൻ അത്. പക്ഷെ അതൊരു പൊതുവെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ലൈഫിനകത്ത് പല തരത്തിലുള്ള വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. അപ്പൊ ഓരോ കഥയും ഓരോ തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം മായാസഞ്ചാരം എന്ന് പറയുന്ന പുസ്തകം എഴുതി ആദ്യത്തെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എഴുതിയ സമയത്ത് മാധ്യമത്തിൽ അത് എഴുതി, അതിൻ്റെ ഒരു വാർഷികപ്പതിപ്പിൽ എഴുതി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിന് 2ാമത്തെ ചാപ്റ്റർ എഴുതുന്നത്. അതും കഴിഞ്ഞ് 3ാമത്തെ ചാപ്റ്റർ എഴുതുന്ന പിന്നെയും 1 വർഷം കഴിഞ്ഞിട്ടാണ്. 4ാമത്തെ ചാപ്റ്റർ മുതലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ കാരണമാകുന്നതെന്ന് വെച്ചാൽ ബിജുരാജ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എഡിറ്റർ എന്നോട് നിർബന്ധം പിടിച്ചതിന്റെ പുറത്താണ് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മാതൃഭൂമി അത് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ബുക്കിന് ആസ്പെക്ട് റേഷ്യോ എന്നുള്ള പേര് കിട്ടുകഴിഞ്ഞതിന് ശേഷം ഇത് മാത്യൂസ് ആണ്, മത്തായിയാണ് ശരിക്കും അതിന്റെ ഒരു പേര്, മായാസഞ്ചാരം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതും. ആ പേര് കാരണം അദ്ദേഹം എഴുതിയിട്ടില്ല, ഒരു കുറിപ്പിൽ നിന്നാണ് എനിക്ക് ഒരു പ്രിഫേസ് കുറിപ്പിൽ നിന്നാണ് മായാസഞ്ചാരം എന്നുള്ള വാക്ക് എനിക്ക് കിട്ടുന്നത്. അതൊരുപാട് പേര് എന്നോട് പിന്നീട് പറഞ്ഞു, ഈ പുസ്തകത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേം ആണ്, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ നല്ലത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് തന്നെയാണ് നല്ലത് എന്ന് തോന്നിപ്പിക്കുകയും ആ തോന്നിപ്പിക്കലിന് മത്തായി അത് വളരെ നന്നായിട്ട് എനിക്കത് പറഞ്ഞു തരികയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാൻ പുസ്തകം ചെയ്തു. പുസ്തകം ഇപ്പം ഒരുപാട് പേര് പുറത്തുള്ള ആൾക്കാർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കുറെ പേര് അത് വായിക്കുന്നുണ്ടായിരുന്നു, അവർ പറയുന്നുണ്ടായിരുന്നു. പുറത്തുള്ള എനിക്ക് തമിഴിലെ 2 ട്രാൻസ്ലേറ്റേഴ്സ് ആ പുസ്തകം നമ്മുടെ ഇപ്പം എൻ്റെ ഒരു പുസ്തകം തമിഴിൽ വന്നിരുന്നു, കാലിച്ചോട് ഇറക്കിയ ഓടും റെയിലിൽ പായന്തേറുവത് എപ്പിടി എന്നിട്ടൊരു പുസ്തകം. അത് 4 പതിപ്പുകൾ കഴിഞ്ഞു ഇപ്പൊ അത്. അപ്പോ അവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇതിന്റെ ട്രാൻസ്ലേഷൻ, ഇതിന്റെ ബാക്കി കൂടെ തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലരെന്നോട് ചോദിച്ചത്. കാരണം അതിന് ശേഷവും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതുകൂടെ ചേർത്തുകൊണ്ട് എഴുതൂ. കാരണം നേരത്തെ ഇപ്പൊ ഐശ്വര്യ പറഞ്ഞ പോലെ ഏറ്റവും ഗുരു എന്ന സിനിമയെ കുറിച്ച് കുറെ പേര് ചോദിച്ചു, അത് പറയണമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഒഴിമുറി എന്ന സിനിമയെ ഞാൻ ഡയറക്ട് ചെയ്ത സിനിമയാണോ, അതിനെക്കുറിച്ച് പറയണം, അത് ഞങ്ങൾക്ക് അറിയണം. തലപ്പാവ് എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം. അതൊരു ആ ഒരു ഏരിയയൊക്കെ വളരെ വളരെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന മറ്റൊരു ജീവിതാനുഭവ വഴികളാണത്. കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, കുറെ നമ്മൾ ചെയ്ത് പോയിട്ടുള്ള കുറെ കൃത്യങ്ങളുണ്ട്. അത് സിനിമ ആസ് ആൻ ആക്ടർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് സബ്ജക്ട് ഉണ്ടാക്കുന്ന കാര്യം ഞാനും മാത്യൂസും മത്തായിന് എന്നോട് ഒരു 3 or 4 കഥകൾ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ പല വഴികളിലൂടെ പോയിട്ടില്ല, പക്ഷെ നടക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് സ്വന്തം ദൈവട്ടി എന്നുള്ള സിനിമ, കാളികണ്ടകി എന്ന് പറഞ്ഞ ടെലിവിഷൻ സീരിയൽ, 2 ടെലിവിഷൻ സീരിയലും
ക്രോസ് റോഡ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഒരു സെഗ്മെന്റ്, ഒരു രാത്രിയുടെ കൂലി എന്നുള്ളതും PF മാത്യൂസിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം ചെയ്യും, എന്നെ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ കഥകളെ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാത്യൂസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയില്ല, നിങ്ങൾ ഇത് വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു SNMലെ അവിടുത്തെ ഈ വായനക്കൂട്ടത്തിലെ വായനക്കൂട്ടത്തിൽ വായനക്കാർ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന കാലത്ത് PF മാത്യൂസ്, ജോർജ് ജോസഫ്, തോമസ് ജോസഫ് എന്ന് പറയുന്ന 3 എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പിന്നെ ലോകധർമ്മിയിലെ ഒക്കെ നടത്തിയിരുന്ന ചന്ദ്രദാസിന്റെ പിന്നെ കോളേജ് ഹോസ്റ്റലിൽ അന്ന് കഥകൾ എഴുതി കൊണ്ടുവന്ന് വരികയും അത് വായിക്കുകയും ആ വായിച്ച കഥകൾ നല്ലതല്ലെങ്കിൽ അവിടെ വെച്ച് കീറിക്കളയുകയും പിന്നീട് വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാലമുണ്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ എന്താണെന്ന് അറിയാം. അപ്പം നമ്മൾ എഴുതി കൊണ്ടുപോകുന്ന കഥകൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഈ മാത്യൂസിന്റെ അടുത്തും ജോർജിന്റെ അടുത്തും തോമസ് ജോസഫ് ഒക്കെ വായിച്ചിട്ട് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് അവിടെ വെച്ച് തന്നെ പറയുകയും എഴുതണ്ടെന്ന് പറയുകയും കീറിക്കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും എല്ലാ ആഴ്ചകളിലും ഈ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ആ ഏരിയ ഒന്നും തൊട്ടിട്ടേ ഇല്ല. ഇതിനകത്ത് ശരിക്കും സിനിമകൾ, അതിനപ്പുറത്തേക്കുള്ള വേറൊരു ലോകമുണ്ട്. അവിടെ ഇടക്കാലങ്ങളിൽ വന്നിട്ട് നരേന്ദ്രപ്രസാദ് ഉണ്ടായിരുന്നു, നാടകമുണ്ടായിരുന്നു, TM എബ്രഹാം എന്ന് പറയുന്ന നാടക ആചാര്യനുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള നാടക പ്രവർത്തകരുടെ കാലം ഉണ്ടായിരുന്നു. സിനിമയിലേക്കുള്ളൊരു എൻട്രി ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ഈ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ജൂഡിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്തും ജൂഡിന്റെ ചേട്ടൻ പീറ്റർലാൽ അട്ടിപ്പെട്ടി എന്ന് പറയുന്ന ആള് എഴുതിയിട്ടുള്ള ഒരു NFDCക്ക് കിട്ടിയിട്ടുള്ള മാത്യൂസ് എഴുതിയിട്ടുള്ള ആ സ്ക്രിപ്റ്റിന്റെ കഥകളും ഒക്കെ വളരെ നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. പല തരത്തിലുള്ള ജീവിതങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ സിനിമയ്ക്ക് മുമ്പുള്ള കാലമാണ്, സിനിമ തുടങ്ങിയതിന് ശേഷമുള്ള കാലമുണ്ട്, ഇപ്പോഴും ഇന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ എഴുതിയത് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ റിജക്റ്റ് ചെയ്തു എന്നറിയാൻ 2 തരത്തിലുണ്ടല്ലോ. ചിലർക്ക് എല്ലാ വാക്കുകളും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, എല്ലാ വരികളും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാ കഥകളും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കൂടി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ 2ഉം അനുഭവിച്ചിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് യാതൊരു മടിയും ഭയവും ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. നമ്മള് ഇന്ന് കാണുന്ന കാഴ്ചകളെ നമുക്ക് എത്രത്തോളം സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം, വേണ്ട എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയമില്ലാതെ അതിനെ ആ കാലത്തേക്ക് നമുക്ക് കടന്നു പോകാനും പറ്റുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഓർമ്മ നശിച്ചു പോകരുതേ എന്ന് മാത്രമേ ഞാൻ എന്നും പറയാറുള്ളൂ. കാരണം എന്നെ വേദനിപ്പിച്ചവരുണ്ട്, ചേർത്ത് നിർത്തിയവരുണ്ട്, എന്നോട് കാണുക പോലും ചെയ്യാതെ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളവരുണ്ട്, എൻ്റെ ഒപ്പമുണ്ടായിട്ട് എനിക്കെതിരെ പറഞ്ഞവരുണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തന്നെ നമ്മളെ മനസ്സിനെ ബാധിക്കില്ല. മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മനസ്സിനെ ബാധിക്കാതിരുന്നാൽ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്താൽ മതിയല്ലോ. ആ കാണുകയും കേൾക്കുകയും ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഓർമ്മ സഞ്ചാരത്തെ വായിച്ച അനുഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. നന്ദി സാർ. ഇന്നീ പരിപാടിയിൽ മായാസഞ്ചാരം പുസ്തകത്തിന്റെ സൂചക ഫലകം എഴുതിയ PF മാത്യൂസ് സാർ അതിഥിയായി നമ്മുടെ കൂടെയുണ്ട്. സാറിനെ കുറിച്ച് കൂടുതൽ അറിയാം. കേരളത്തിലെ ഒരു പ്രമുഖ കഥാകൃത്തുമാണ് PF മാത്യൂസ് സാർ. ധാരാളം നാടകങ്ങളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുകഥകൾ തുടർച്ചയായി മലയാള മനോരമ, കലാകൗമുദി, മാതൃഭൂമി, മാധ്യമം, ഭാഷാപോഷിണി തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ മാഗസിനുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മഴ പെയ്യുകയായിരുന്നു, ജലകന്യകയും ഗന്ധർവനും, 2004 ആലിസ് എന്നിവ പ്രധാന കൃതികളാണ്. ചാവുനിലം, ഇരുട്ടിൽ ഒരു പുണ്യാളൻ, അടിയാളപ്രേതം തുടങ്ങിയ ശ്രദ്ധേയമായ നോവലുകളുടെ രചയിതാവുമാണ്. 2009 തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം,
നല്ല തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം, മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേൾക്കാമോ? അപ്പോ ഈ മധുപാലന്റെ മായാസഞ്ചാരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കൃതിയെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് യഥാർത്ഥത്തിൽ. കാരണം എൻ്റെ ജീവിതവുമായിട്ട് അത്രയ്ക്കധികം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കൃതിയാണത്. പിന്നെ ഈ മധുപാലന്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത, എഴുത്തിൻ്റെ അല്ല, മലയാളത്തിൽ തന്നെ സിനിമയുടെ ഉള്ളറകളെ കുറിച്ച് സത്യസന്ധമായിട്ട് എഴുതപ്പെട്ട കൃതികൾ വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒന്നുകിൽ ഒരല്പം മോടി പിടിപ്പിച്ച് എഴുതും, അതല്ലെങ്കിൽ കുറച്ച് ഇകഴ്ത്തി എഴുതും. അങ്ങനെ അല്ലാതെ വളരെ യഥാതഥമായിട്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഈ മായാസഞ്ചാരം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ ഒരു മുഖ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ, മായാസഞ്ചാരത്തിൻ്റെ മുഖ്യ സ്വഭാവം ജിജ്ഞാസയാണ്. ഒരു നല്ല പ്രായത്തിൽ സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരു യുവാവ്, അയാളുടെ ആകാംക്ഷയാണ് എന്താണ്, അയാൾ ഏറ്റവും സ്വപ്നം കണ്ട ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. എന്താണ് അവിടെ നടക്കുന്നു എന്നുള്ള ഒരു ജിജ്ഞാസയിലാണ് അദ്ദേഹം എല്ലാ സിനിമാ പ്രവർത്തികളെയും നോക്കിക്കാണുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുത ലോകത്തിൽ ചെന്നുവിട്ട ഒരു ആലീസിന്റെ ഒരവസ്ഥ തന്നെയാണ് അതിലുള്ളത്. അപ്പൊ ഇതിന്റെ പ്രകാശന വേളയിൽ ഞാൻ പറയുണ്ടായി, അതായത് ഈ ആത്മകഥ എഴുതുമ്പോൾ പോലും മനുഷ്യനെ ഭാവന ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. മധുവിന് അത് സുലഭമായിട്ടുണ്ട്, ധാരാളമായിട്ടുണ്ട്. ഈ ഭാവനയുടെ ഒരു അംശമില്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ടാവില്ല, വർക്ക് മാത്രമായിട്ട് അധപ്പതിക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. വെറുതെ ഓർമ്മയെഴുത്തല്ല ഇതിനൊരു ഭംഗി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവനയുടെ സഹായം കൊണ്ട് കൂടിയാണത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമയിലുള്ള വലിയ മഹാരഥന്മാരെ കുറിച്ച് മാത്രം എഴുതുക എന്നുള്ളൊരു സ്വഭാവം പൊതുവെ കാണാറുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇതിലില്ല. ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന, സിനിമയിലെ എന്താ പറയുന്ന കൂലിപ്പണി വരെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് വളരെ വിശദമായിട്ടും ആഴത്തിലും അപഗ്രഥിച്ചാണ് ഈ ആത്മകഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞൊരു എലിമെന്റ് ഉണ്ട്. ആത്മകഥ എഴുതുമ്പോൾ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നടന്നതെല്ലാം അതേപടി എഴുതുക എന്നുള്ളതല്ല. എഴുത്തിലെ സത്യസന്ധത എന്നുള്ളത് ഒരു സത്യാനുഭവം ഉണ്ടാക്കലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ മുഴുവൻ നുണയായിരുന്നു എന്ന് പണ്ട് മാധവിക്കുട്ടി തന്നെ വിളിച്ചു പറഞ്ഞു. ഇല്ല, ഞാനത് ജീവിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു മനോഹാരിതയുണ്ടല്ലോ. ആ ആത്മകഥ മലയാളത്തിൽ വളരെ വേറിട്ട ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് നിൽക്കുന്നത് അവരുടെ ഭാവന കൊണ്ട് കൂടിയാണത്. അപ്പൊ അതുപോലെ മഹാകവി പിയുടെ കവിയുടെ കാൽപ്പാടുകൾ, അതുപോലെ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ, NN പിള്ളയുടെ ഞാൻ, അപ്പൊ ഈ കുഞ്ഞാമന്റെ എതിര്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ജീവിതം എഴുത്താണ് അതിൽ കാണുന്നത്. ഈ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലച്ചിത്ര സംവിധാന സഹായിയുടെ ആത്മകഥയാണത്. അപ്പോൾ ഒരു ചലച്ചിത്ര സംവിധാനത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണത്. കാരണം ഇതിൽ വലിയ തട്ടിപ്പില്ല. ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാധവിക്കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. മാധവിക്കുട്ടിയുടെ ആത്മകഥ എന്തുകൊണ്ട് അതൊരു മഹത്തായ കൃതി ആയില്ല, വെർജീനിയ വുൾഫിൻ്റെയൊക്കെ ഒരു കൃതി പോലെ മഹത്വം ആർജിച്ചില്ല എന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പമാണത്. നമ്മളെപ്പോലുള്ള വായനക്കാർ അത് കള്ളമാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ എഴുതുന്നതെല്ലാം സത്യം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഉദ്ദേശത്തിലാണ്. സത്യാത്മകമായിട്ട് അതേപടി ആവിഷ്കരിക്കുക എന്നുള്ളതല്ല, കലാത്മകമായിട്ട് ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. മാധവിക്കുട്ടി ചെയ്തൊരു കാര്യം അതാണ്. മധുപാലും ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. വളരെ സത്യാത്മകമായിട്ട് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ എപ്പോഴും ഓർമ്മ എഴുത്തിൽ ഒരു അപകടം സംഭവിക്കാം. കാരണം കുറെ കഴിയുമ്പോൾ കാലപ്പഴക്കത്തിൽ നമ്മുടെ ഓർമ്മകൾക്ക് മങ്ങലേൽക്കുമ്പോഴും നമ്മൾ എഴുത്ത് നിർത്തുന്നില്ല. നമുക്കിത് എഴുതണം. അപ്പോഴാണ് നമ്മളെ സഹായിക്കാനായിട്ട് ഭാവന കടന്നു വരുന്നത്. പക്ഷെ നമ്മൾ ഒരു പക്ഷേ ഇത് ഭാവനയാണ്, ഞാനൊരു കെട്ടുകഥ എഴുതുകയാണെന്നുള്ള അറിവോടെ അല്ല എഴുത്തുകാരൻ എഴുതുന്നത്. അത് അയാൾ അങ്ങോട്ട് എഴുതി പോവുകയാണ്.
അപ്പൊ ആ ഒരു മനോഹാരിത കൂടി ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ പ്രൂസ്റ്റിന്റെ ഒരു ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈമിൽ ഒരു രംഗം നമ്മളെല്ലാവരും ധാരാളം കേട്ടിട്ടുള്ളതാണ്. അത് ബാല്യത്തില് മാഡലിൻ കേക്ക് കട്ടൻ ചായയിൽ മുക്കി നാവിൽ വെച്ചപ്പോൾ ഉണ്ടായ അനുഭൂതിയാണ് ആ നോവൽ മൊത്തം എഴുതാനുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാക്കിയതെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹെമിംഗ്വേയുടെ മൂവബിൾ ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു മഹത്തായ ഒരു കൃതിയുണ്ട്. അദ്ദേഹത്തിന്റെ പാരീസ് ജീവിതകാലം, അന്നത്തെ എഴുത്തുകാലം, ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മാക്സിം ഗോർക്കിയുടെ മദർ എന്ന നോവലിനേക്കാളും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത വിവരണങ്ങൾ 2-3 ഇതായിട്ട് വന്നിട്ടുണ്ട്. 2-3 ഈ ബാല്യകാലം, അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫിക്ഷനേക്കാൾ മനോഹരമായിട്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് മധുവിന്റെ ഈ കൃതി അദ്ദേഹത്തിന്റെ ഫിക്ഷനേക്കാൾ നല്ലതാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം തന്നെ മൂല്യവത്താണ് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ എഴുത്തിന്, ചലച്ചിത്ര രചനയ്ക്ക് അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും അതുപോലെ കടന്നു പോയിട്ടുണ്ട്. തിരക്കഥ എഴുതുന്നതിന് കടന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുന്ന സംവിധാന സഹായിയായിട്ട് കടന്നു പോയിട്ടുണ്ട്. ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സീരിയലിന്റെ വെറും ഒരു അവസാന സഹായിയായിട്ടാണ് തുടങ്ങുന്നത്. അതിൽ അഭിനയിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ വന്ന ഒരാളാണെന്ന് ഓർക്കണം. അതിലൊരു നല്ല വേഷം ചെയ്യുകയും അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അഭിനയമോഹി എന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ മാധ്യമത്തെ ഗൗരവത്തിൽ കാണേണ്ടത് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് അദ്ദേഹം ഉടനീളം സിനിമയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഈ കൃതിയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടുകാരനെ പൊക്കി പറയുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യും. സത്യത്തിൽ അതല്ല. ഇത് ഒരു മധുവിൻ്റെ ഒരു മികച്ച കൃതിയാണ്. ഇത് പലർക്കും ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അവതരണം പൊതുവെ നന്നായിട്ടുണ്ട്. എന്താ പറയുന്ന പല ആംഗിളിൽ നിന്നുള്ള വീക്ഷണമാണ് ഇതിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ശരിയാണ്. പല ആംഗിളിലൂടെയാണ് ഇതിൻ്റെ എഴുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ശരിക്കും അതൊരാവശ്യവുമായിരുന്നു. ഈ സിനിമ പോലുള്ള ഒരു മാധ്യമത്തിൽ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നുണ്ട്. പല വീക്ഷണകോണിലൂടെ ഇത് എഴുതേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് അവതാരക പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഇനി ഈ കൃതിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അവസാനം വരെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല, കാരണം എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങും. അത് എനിക്ക് തീരെ ഇരിക്കാൻ വയ്യ. അപ്പോൾ സദയം ക്ഷമിക്കുക. നല്ലൊരു ചർച്ച നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. നന്ദി സർ. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിസ്നി PS മിസ്സിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ കഥാകാരൻ മധുപാൽ സാർ, ഇന്നത്തെ നിരൂപണം നടത്തിയ ഐശ്വര്യ, തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ PM മാത്യു സർ, ഈ പരിപാടിയുടെ നട്ടലായ കൃഷ്ണകുമാർ സർ, ഹീര ടീച്ചർ, മറ്റ് ശ്രോതാക്കളെ, കുട്ടികളെ, മലയാളത്തിന്റെ സമകാലിക സാംസ്കാരിക ജീവിതത്തിൽ ഒരേ സമയം നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭയാണ് മധുപാൽ സർ. അഭിനേതാവ്, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചെറുകഥാകൃത്ത്, ഓർമ്മക്കുറിപ്പുകളുടെ രചയിതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം തൻ്റെ സർഗാത്മകത തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തെ കാണുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് എക്കാലവും സവിശേഷതയുണ്ട്. മനുഷ്യരുടെ ഉള്ളിലെ നിശബ്ദതകളും ബന്ധങ്ങളുടെ സങ്കീർണതകളും കാലത്തിന്റെ അടയാളങ്ങളും അദ്ദേഹം സിനിമയിലും സാഹിത്യത്തിലും ഒരുപോലെ ആവിഷ്കരിക്കുന്നു. കഥയായാലും സിനിമയായാലും ഇന്നത്തെ മായാസഞ്ചാരം അനുഭവക്കുറിപ്പുകളായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വെറും കഥകളോ സിനിമകളോ അല്ല, മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഗഹനമായ വിചിന്തനങ്ങളാണ്. സംവിധായകൻ എന്ന നിലയിൽ തലപ്പാവ്, ഒഴിമുറി, ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം.
കലാമൂല്യവും സാമൂഹിക പ്രതിബദ്ധതയും ഒത്തുചേരുന്ന സൃഷ്ടികളാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകത. എഴുത്തുകാരനായ മധുബാലും വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ജീവിതത്തിന്റെ ചെറു ചെറു നിമിഷങ്ങൾ അസാധാരണമായ സൗന്ദര്യത്തോടെ പകർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത മായാസഞ്ചാരം അതിന് മികച്ച ഉദാഹരണമാണ്. യാത്രകളിലൂടെ മനുഷ്യരെ കണ്ടെത്തുകയും മനുഷ്യരിലൂടെ ജീവിതത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരന്റെ ആത്മസഞ്ചാരമാണ് ആ കൃതി. ഒരു മികച്ച കലാകാരന്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് കാണാൻ കഴിയാതെ പോകുന്ന ജീവിതത്തെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ്. മധുബാലിന്റെ സിനിമകളും എഴുത്തുകളും അത് തന്നെയാണ് ചെയ്യുന്നത്. അധ്യാപക വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമായ SNN ട്രെയിനിങ് കോളേജിന് ഇത്തരമൊരു കലാകാരനുമായി സംവദിക്കാനുള്ള അവസരം ലഭിച്ചത് വളരെ അർത്ഥവത്തായി. കാരണം നല്ല അധ്യാപകനാവാൻ നല്ല വായനക്കാരനും നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനുമായിരിക്കണം. ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ മധുബാൽ പോലുള്ള സ്രഷ്ടാക്കളുടെ അനുഭവ ലോകം വലിയ പ്രചോദനമാണ്. ഇന്നത്തെ ഈ സംവാദം നമ്മുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചിന്തകൾക്ക് പുതിയ ദിശകൾ തുറന്നു കൊടുത്തു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മധുബാലിന്റെ അനുഭവങ്ങളും ചിന്തകളും നമുക്കെല്ലാവർക്കും പുതിയ വെളിച്ചമാണ്. ഇന്നത്തെ ഐശ്വര്യയുടെ വായനാനുഭവം വളരെ നന്നായിരുന്നു. ഇനിയും ഇതിന്റെ ചർച്ചകൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നന്ദി മാം. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. എല്ലാവരും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. സർ, എനിക്കൊരു ചോദ്യമുള്ളത് എന്താന്ന് വെച്ചാല്, ഇത് വായിക്കുമ്പോഴും എനിക്കൊരു വിഷമം കൂടി തോന്നിയൊരു കാര്യമാണെന്ന് പറയാൻ വേണമെങ്കിൽ, സ്ത്രീകളെ നമ്മൾ ആ സമയത്ത് അവര് വന്നിരുന്നു. അതായത് നായികമാരായിട്ട് കണ്ടിരുന്നു, നായികമാരായതിന്റെ പരാമർശം കണ്ടിരുന്നു. പക്ഷെ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സംവിധായകരാവാനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാനോ അതുമല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരുടെ പ്രസൻസ് ആ കാലഘട്ടത്തെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ അവർക്ക് എന്താ പറയാ, അവരുണ്ടായിരുന്നില്ലേ, അങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് വന്നു. അത് ഭയങ്കര ഒരു മിസ്സിങ് ഫാക്ടർ പോലെ എനിക്ക് തോന്നി. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാല് സ്ത്രീകളും പുരുഷന്മാര് അത് അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ എന്നാൽ കൂടിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു? ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്തിരുന്നവരിലും ഡിസ്കഷൻസിലും താല്പര്യപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകൾ സാറിന് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാമോ? ഈ ആരംഭകാലങ്ങളിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ബിഹൈൻഡ് ദ കർട്ടൻ, മീൻസ് ക്യാമറയ്ക്ക് പിറകിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഇപ്പം പണ്ട് കാലത്ത് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത് ആകെ കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ വിജയ നിർമ്മല ഉണ്ടായിരുന്നു, ഷീല ഉണ്ടായിരുന്നു, കവിത എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ സംവിധായികമാരായിട്ട് പോലും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷീലയാണ് ഇപ്പോൾ പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ. വിജയ നിർമ്മലയും അതുപോലെ വന്നിട്ടുള്ള കക്ഷികളായിരുന്നു. അപ്പം ഈ അങ്ങനത്തെ കുറച്ച് പേര് ഉണ്ടായിരുന്നു മാത്രം. പക്ഷെ തിരക്കഥാകൃത്തായിട്ടും വളരെ കുറവായിരുന്നു. പാട്ട് എഴുതുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നെ ഇവരുടെ ഒരു ടെക്നിക്കൽ സൈഡ് മുഴുവൻ വന്നിട്ടുള്ളത് അവർ നൃത്ത സംവിധായികമാരായിരുന്നു എന്നുള്ളത്. അതായത് ടെക്നിക്കലിൽ വന്നിട്ടുള്ളത് ഈവൻ കോസ്റ്റ്യൂമിലോ മേക്കപ്പിലോ പോലും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് പോലെ സ്ത്രീ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം അന്നത്തെ കാലത്ത് ഒട്ടും തന്നെ ഇല്ല എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇടം തന്നെയായിരുന്നു ചലച്ചിത്ര മേഖല എന്നുള്ളത് ഒരു പീരീഡ് വരെ. എനിക്ക് തോന്നുന്നു ഒരു 2000-നൊക്കെ ശേഷമാണ്, 2000-ന് ശേഷമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 2020-നൊക്കെ ശേഷമാണ്, 15-ന് ശേഷമാണ് അക്ഷരാർത്ഥത്തിൽ സ്ത്രീകൾ വലിയ തോതിൽ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന
ഒരു അവസ്ഥയുണ്ടാവും. ഞാൻ ഈവൻ 2008 ഞാൻ തലപ്പാവ് ചെയ്തത്. ആ സമയത്ത് പോലും എനിക്ക് സ്ത്രീകളുടെ സ്ത്രീകൾ മെയിൻ സ്ട്രീമിന്റെ ടെക്നീഷ്യൻസ് എന്നുള്ള രീതിയിൽ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. 2010 കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ സ്ത്രീകൾ സിനിമ ഇപ്പൊ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് ഇപ്പം നമ്മുടെ എഡിറ്റർ എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ വന്നിട്ടുള്ളത് ബീന പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളത്. പിന്നെ അതുപോലെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു തന്നെ 2 ഫൗസിയ ആണ് ആകെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ക്യാമറ വുമൺ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നത്. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർ, ക്യാമറയിലൊക്കെ വളരെ ചുരുക്കമായിട്ട് ആൾക്കാർ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് സ്ഥിതിക്ക് ഞാൻ തലപ്പാവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് ഉമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ വെച്ചിരുന്നു. അപ്പം നമ്മൾ ഒരർത്ഥത്തിൽ തന്നെ തുടക്കം ഇടുമായിരുന്നു, അതായത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പിന്നീട് അവൾ ഇൻഡിപെൻഡന്റ് ക്യാമറമാനായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു തുടക്കം ഇടുന്നു. കാരണം ഞങ്ങളുടെ കൂടെ, കാരണം അങ്ങനെയും കൂടെ ആൾക്കാർ വരട്ടെ, കാരണം ടെക്നിക്കൽ നോഹൗ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ ജെൻഡർ ഈക്വൽ ആയിട്ട് തന്നെ വരട്ടെ എന്ന് പറയുന്ന ആലോചനകൾ നമ്മളുണ്ടായിരുന്നു. ഞാൻ 2ാമത് ഒഴിമുറി ചെയ്തപ്പോഴേക്കും ഈ ഇത് പിന്നെ കുപ്രസിദ്ധ പയ്യൻ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൂടെ ടെക്നീഷ്യൻസ് സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളത് എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ആലോചിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നൊരു മീഡിയം ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ദ മെൻ ആൻഡ് വിമൻ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് എല്ലാ സിനിമകളും ഉണ്ടായിട്ടുള്ളത്. കാരണം അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ ടെക്നിക്കലി അവർക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല. അപ്പൊ ആ ഒരു ആംഗിൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അന്ന് അതിന്റെ തുടക്കത്തിൽ. അതിനു മുമ്പ് അത് പൊതുവെ കുറവായിരുന്നു. ഒരു പരിധി വരെ ഈ സ്ത്രീകൾക്ക് കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ടെക്നീഷ്യൻ എന്ന് പറയുന്നതിന് ഈ ഒരു നോൺ സ്റ്റോപ്പ് പ്രോസസ് ആയിരുന്നു ശരിക്കും. സമയകാലബന്ധിതമല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയം, ഇപ്പോൾ പഴയ കാലങ്ങളിൽ സിനിമ സെറ്റുകളിൽ ഷൂട്ട് ചെയ്ത സമയത്ത് മദ്രാസിലായിരുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദിലായിരുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങളിലെ സ്റ്റുഡിയോകളിലായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ മറ്റു വലിയ പടങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ലെഷർ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ചെയ്യാൻ കിട്ടിയിരുന്ന ഒരു സന്ദർഭം എന്നത്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ രാത്രി 2 മണി മുതൽ അല്ലെങ്കിൽ 8 മണി വരെയുള്ള ഒരു സമയമോ, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം കിട്ടുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയത്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ സ്ത്രീകൾ വർക്ക് ചെയ്ത് പോകാൻ പൊതുവെ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ ഇതുവരെ വന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അന്നത് ശ്രമിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ട് ആൾക്കാർ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ത്രീകൾ എല്ലാ തുറയിലും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അവര് ഞാൻ എപ്പോഴും പറയുന്നത്, പുരുഷനേക്കാൾ ഒരുപടി മുകളിലായിട്ട് നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആകുന്ന സ്ത്രീകളെ ഞാൻ അതിനകത്ത് വേറൊരു രസമുള്ളൊരു കാര്യം കൂടെ പറഞ്ഞില്ല. എനിക്കത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില സിനിമകളില് ഏറ്റവും പുതിയ കാലത്ത്, ഏറ്റവും പ്രസന്റ്, ഇന്നലെ ഉള്ള കാലങ്ങളിൽ, ഇന്നുവരെയുള്ള സമയത്താണ് ഏറ്റവും പുതിയ സിനിമകളിൽ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഈ പുതിയ ജനറേഷനാണ്, പുതിയ ആൾക്കാരാണ്, പുതിയ കുട്ടികളാണ്. അപ്പൊ അവര് നമ്മളെ ചിലപ്പോൾ രാവിലെ 7 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ചിലപ്പോൾ നമ്മൾ ചെല്ലും. 7 മണിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. മേക്കപ്പ് ചെയ്യും, റെഡിയാകുകയൊക്കെ ചെയ്യും. റെഡിയായി കഴിയുമ്പോൾ 8 മണി കഴിയും, 9 മണി കഴിയും, 10 മണി കഴിയും, ചിലപ്പോൾ 11 മണിയാവും. ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിന്റെ സമയം കഴിയും. ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുമെന്ന് വന്ന് പറയുന്നത് മുഴുവൻ ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള പെൺകുട്ടികളാണ്. നമുക്ക് ഇവരോട് ദേഷ്യപ്പെടാൻ തോന്നില്ല. കാരണം നമുക്കും നമ്മുടെ മക്കളുടെയൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ ദേഷ്യപ്പെടില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. ഒരു പെൺകുട്ടിയാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാൻ ഒന്ന് മടിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ള ദേഷ്യത്തെയും നമ്മുടെ ഒരു അത്തരം കാര്യങ്ങളെ നമുക്ക് കാരണം വെച്ചാൽ സിനിമയ്ക്ക് അതിനൊരു കാരണം ഞാൻ പറയാറുള്ളത്, ഇപ്പോ ഒരു ദിവസത്തെ ഇപ്പൊ 10 ദിവസത്തെ ഡേറ്റ് കൊടുക്കുമ്പോൾ 10 ദിവസവും രാവിലെ മുതൽ ഈ പറയുന്ന വൈകുന്നേരം വരെയുള്ള സമയം അവർക്ക് ഈ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളെ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ വിളിച്ചാൽ മതിയല്ലോ എന്ന്. അവർ ആവശ്യമുള്ള സമയത്ത് വിളിക്കുന്നു. അവരുടെ സെറ്റിൽ വന്നിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളതിന് പിന്നെ ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് മുമ്പേ പോയിട്ടുള്ള മോഹൻലാലിനെ പോലെയുള്ള ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മോഹൻലാലിനെ പോലെ മമ്മൂക്കെ പോലെയുള്ള ആൾക്കാർ ഈ സമയബന്ധ ഇപ്പൊ രാവിലെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് ചിലപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് ചിലപ്പോൾ 11 മണിയോ 12 മണിയോ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അപ്പൊ അവരുടെ ഒരു ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷെ ചിലപ്പോൾ ചില ആൾക്കാർ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ചീത്ത വിളിക്കും. ഞാനും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്കൊക്കെ ചീത്ത വിളികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ചെയ്യാതെ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഈ ഡയറക്ടർക്ക് ഡെഡിക്കേറ്റഡ് ടു വർക്ക് ഫ്രം ദെയർ ടൈം എന്നാണ്. അവരാണ് സമയം, നമ്മുടെ ടൈം അല്ല. അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടതാണെന്നുള്ളത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ചെയ്യാറ്. അപ്പം പെൺകുട്ടികൾ ഒന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടാനൊരു കാരണം അവരോട് ദേഷ്യപ്പെടുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടെന്നില്ല. കാരണം അത് ചില ആൾക്കാർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണമുണ്ട് ഇതിനകത്തുനിന്നുള്ളത്. കാരണം നമ്മളൊരു രണ്ടാമത്തെ കാര്യം വളരെ പ്ലസന്റ് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഇതിലാണ്. പക്ഷെ ആമ്പിളരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇതായിട്ട് പറഞ്ഞു പോകാറ്. ഞാൻ ഈ രണ്ടുപേര് കാരണം ഞാൻ നമ്മളങ്ങനെ ചെയ്തു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പൊ എന്നാൽ അതേസമയം തന്നെ നമ്മളോട് സ്നേഹത്തോട് പെരുമാറിയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടെന്ന് ഇന്നും അന്നും എന്നും. അതുകൊണ്ട് സിനിമയില് ഇപ്പോഴത്തെ കാലത്ത് ജെൻഡർ ഈക്വൽ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എല്ലാ സമയത്തും ഉണ്ടാകുന്നത് പോലത്തെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള ഇഷ്യൂസ് സിനിമ എന്ന മേഖലയിലും ഉണ്ട്. താങ്ക് യു സർ. നമസ്കാരം മധുബൽ സർ. നമസ്കാരം. പിന്നെ ഹീര ടീച്ചറാണ്, ഇംഗ്ലീഷിന്റെ കോർഡിനേറ്റർ ഒരാളാണ്. അപ്പോൾ ഐശ്വര്യ വളരെ ഭംഗിയായിട്ട് സാറിന്റെ പുസ്തകത്തെ കുറിച്ച് അവതരിപ്പിച്ചു. ഞാൻ ജസ്റ്റ് പുറത്തായതുകൊണ്ടാണ് തുടക്കത്തിൽ സാറിനോട് സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. ഇപ്പോൾ PF മാത്യൂസ് സാറിന് അടുത്ത പരിചയം ഉണ്ടായിരുന്നു. അവിടെ എടപ്പള്ളി അടുത്താണ് ഞാൻ താമസിക്കുന്നത്, എടപ്പള്ളിയിലാണ്. പിന്നെ സാറിനോട് ഒരു ചോദ്യം മാത്യു സാറും കൂടി നിൽക്കുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരിയലുകളിൽ ഒന്നാണ് ശരറാന്തൽ എന്നുള്ളത്. അപ്പോൾ ശരറാന്തൽ PR ശ്യാമളയുടെ ശരറാന്തൽ സീരിയല് അത് ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇന്നും ഈ സീരിയലുകളുടെ ഒരു പെരുക്കാണല്ലോ ഇപ്പോൾ ശരിക്കും. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും ഓർക്കുമ്പോ ഞാൻ കണ്ടതിൽ എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു സീരിയലായിരുന്നു അത്. അപ്പൊ ആ ഒരു സീരിയലിന്റെ ഒരു സംവിധാനവും അതിലെ അഭിനയവും അതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും? അതൊരു നീണ്ട പ്രോസസ്സാണ്, എങ്കിൽ പോലും ഞാൻ പറയാം. ഞാൻ ജൂഡ് അട്ടിപ്പേറ്റയും PF മാത്യൂസും കൂടെ ശരാന്തൽ എന്ന് പറഞ്ഞൊരു സീരിയല് ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഒരു 2 or 3 എപ്പിസോഡുകൾ അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് അറിയുന്നത് തന്നെ. അന്ന് ഞാൻ മാത്യൂസിനോട് ഞാൻ പറഞ്ഞു, മാത്യൂസിന്റെ കൂടെ മാത്യൂസ് സ്ക്രീൻ പ്ലേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന NFTCക്ക് വേണ്ടിയിട്ട് പീറ്റർലാട്ടിപ്പറ്റിക്ക് വേണ്ടിയിട്ടൊരു NFTCക്ക് വേണ്ടി ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുകയും ആ സ്ക്രിപ്റ്റ് വലിയ തോതിൽ NFTC അംഗീകരിക്കുകയും സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് എനി കോസ്റ്റ് ഏത് സമയത്തായാലും മാത്യൂസ് സിനിമ എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് വരും. ആ സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തായ മാത്യൂസ് വരുമ്പോൾ എനിക്കും അതിനകത്ത് ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുന്ന തോന്നലുകളുള്ള ഒരു കാലത്താണ് ഇവര് ഈ ശരാന്തൽ സീരിയൽ ചെയ്യുന്നത്. ആ സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഞാൻ എത്തുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിൽ ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു തേർഡ് ഷെഡ്യൂളിലായപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാബ് ബോയ് എന്നുള്ളതിൽ നിന്ന് ഫസ്റ്റ് അസിസ്റ്റന്റിലേക്ക് മാറുന്നു. ആ ഫസ്റ്റ് അസിസ്റ്റന്റായി മാറിയ സമയത്ത് തന്നെയാണ് ഞാൻ അതിനകത്ത് ഒരു 2 എപ്പിസോഡിലുള്ള ഒരു 2 എപ്പിസോഡിൽ 2 സീനുകൾ മാത്രം ചെയ്യുന്നു. അപ്പൊ 5 എപ്പിസോഡായി മാറുന്നു. ആ 5 എപ്പിസോഡിൽ ഈ 2 സീൻ അതിന്റെ മറ്റേ അവരുടെ സ്പോൺസേഴ്സ് ആ ക്യാരക്ടർ മാത്രം റിലീഫ് ക്യാരക്ടർ ആണെന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ പറയുകയും അങ്ങനെ 5-6 എപ്പിസോഡുകളിൽ 5-6 സീനുകളിൽ വരുന്ന ഒരു കഥാപാത്രമായി മാറുകയും ആ സിനിമയുടെ അതൊരു ടെലിവിഷൻ സീരിയൽ എന്നുള്ളതിനേക്കാൾ ഉപരി സിനിമ എന്ന പോലെ ഷൂട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. കാരണം അന്ന് ഈ സീരിയലിന്റെ സ്വഭാവങ്ങളൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ സിനിമ കണ്ടിട്ടുള്ള ശീലങ്ങളിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ആ വർക്ക് അങ്ങനെയാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. അപ്പം ഒരിക്കലും അതൊരു ടെലിവിഷന്റെ ഈ
14 ഇഞ്ച് ടിവിയുടെയും 21 ഇഞ്ച് ടിവിയുടെയും ഒരു പാറ്റേണിലേക്ക് ഒരു ഫ്രെയിമിലേക്ക് ആയിരുന്നില്ല നമ്മൾ ആലോചിച്ചത്. അത് ഇന്ന് കാണുമ്പോഴും അതൊരു സിനിമ പോലെ വേണമെങ്കിൽ കാണാവുന്ന സാധനമാണ്. പക്ഷെ ഇന്നത് കാണാൻ യാതൊരു മാർഗവും ഇല്ലാതെ പോയി അത്തരം സാധനങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെ കുറിച്ച് കൂടി സങ്കടത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അതിനകത്തൊരു ആക്ടറായിരുന്നു. പിന്നീട് ജൂഡിന്റെ കൂടെ തന്നെ ഞാൻ ഡോക്ടർ ഹരിചന്ദ്രൻ എന്നൊരു ടെലിവിഷൻ സീരിയലിൽ മാത്യൂസ് ഒന്ന് പി ആർ ശ്യാമള എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ നോവലിനെയായിരുന്നു നമ്മൾ ഈ ശതാന്തരായിട്ട് ചെയ്തത്. അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം അന്നത്തെ കാലത്ത് സിനിമയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഒരാൾ പോലും ടെലിവിഷനിലുള്ള സാധനങ്ങളില്ല. നമുക്ക് ടെലിവിഷൻ തുടക്കമാണ്. കാരണം വെച്ചാൽ ഒന്ന് 90 ഐ മീൻ 88-89 ടെലിവിഷനുകളിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആശാ ജയറാമായിരുന്നു. 1 മുതൽ പുതിയ വരെ ആശയായിരുന്നു. നവംബർ നക്ഷത്രത്തിലെ രാമേന്ദ്രനായിരുന്നു. അങ്ങനെ എന്നൊന്നും കണ്ടിട്ടില്ല സോണിയായിരുന്നു. അങ്ങനെ എന്നും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ ആയിരുന്നു നമ്മൾ അതിനകത്ത് കാസ്റ്റ് ചെയ്തത് പോലും. അപ്പം ഈ ടെലിവിഷന്റെ ഒരു പാറ്റേൺ, ടെലിവിഷന്റെ ഒരു ഫ്രെയിം പാറ്റേൺ നമ്മൾക്ക് പിടുത്തമില്ലാത്തൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പം നമുക്കൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ വർക്ക് ചെയ്ത് തുടങ്ങുന്ന അതേ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ മീഡിയത്തെ അന്നും ഇന്നും എന്നും കാണുന്നത്. ഇതോട് കൂടെ വേറൊരു ചെറിയ ചോദ്യം കൂടി ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയാണ്. ഇതെല്ലാം വളരെ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇത് വായിച്ചെടുക്കുമ്പോൾ എല്ലാ ചിത്രങ്ങളും മുന്നിൽ വരുന്നുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതിന് കൂടുതലായിട്ട് എന്താ പറയാ ഫിക്ഷൻ ചേർക്കുകയോ അങ്ങനെ അതൊന്നുമല്ല, സത്യസന്ധമായ ഒരു എഴുത്താണെന്ന് തോന്നിയത് വായിച്ചപ്പോൾ. അപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒഴിമുറി എന്ന് പറഞ്ഞൊരു സിനിമ അതേപോലെ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു അനുഭവം കൂടി ഒന്ന് അത് പങ്കുവെക്കാമോ? ആ സിനിമയുടെ അനുഭവം ഞാൻ എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ടീച്ചർ. അത് എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു പറഞ്ഞിട്ടുണ്ട് പലയിടത്തും, എങ്കിൽ പോലും അതൊന്നുമല്ലാത്ത വേറൊരു ആംഗിളിലാണ് ഞാനത് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ഒരു തുടർച്ച പോലെ ചിലപ്പോൾ ആ പുസ്തകം ഉണ്ടായേക്കും. അപ്പോൾ നമുക്കത് വായിക്കാൻ ടീച്ചർ. എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഒഴിമുറി എന്ന് പറയുന്നത് ഒരു കുറച്ച് സാധാരണ മട്ടിൽ വന്ന ഒരു സിനിമയല്ല. മലയാളത്തിൽ അങ്ങനെ സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ സിനിമ ഉണ്ടാവുക എന്ന് പറയുന്ന സാധനം ഉണ്ട്. അന്നത്തെ കാലത്ത് 2012 സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലം. അത് കഴിഞ്ഞിട്ട് 14 വർഷമായി എന്നുള്ളത്. അപ്പം അന്ന് ഈ രീതിയിലുള്ള സിനിമകളെ കുറിച്ച് ആലോചിച്ചിട്ടില്ലാത്തൊരു സമയത്താണ് നമ്മൾ ഇത്തരം ഒരു പ്രാദേശിക ഭാഷയിലുള്ള സിനിമകൾ അന്ന് തീർത്തും തന്നെ ഇല്ല എന്ന് പറയാം. അതിനുശേഷമാണ് പലപ്പോഴും ഈ പല സിനിമകളും വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി ഉണ്ട്. താങ്ക് യു സർ. മറ്റുള്ളവരെയും മധുബാൽ സാറേ, എന്റെ പേര് ഔസേപ്പ് എന്നാണ്. പറയൂ. ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്നത് കാരണം ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നതാണ്. ഞാൻ SNM ട്രെയിനിങ് കോളേജുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരാളല്ല. ഓക്കെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഫിലിമിലേക്ക് വേണ്ടിയിട്ടേ ടാലന്റ് ഹണ്ട് നടത്തി ആണോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്? അതാണ് എൻ്റെ ഒരു ചോദ്യം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ഉണ്ടോ, അതോ ഈ രംഗത്ത് ശോഭിച്ചിരിക്കുന്നവരിൽ നിന്ന് ഒരു കഥ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് അനുരൂപരായിട്ടുള്ളവരെ നിലവിൽ അഭിനയിച്ചിട്ടുള്ള ടാലന്റ് കാണിച്ചിട്ടുള്ളവരിൽ നിന്ന് ചൂസ് ചെയ്യുകയാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 10-40 വർഷക്കാലം 2 പേരുടെ പേരുകൾ മാത്രമേ മലയാള സിനിമയിൽ നായക വേഷത്തിൽ നായകന്റെ മെയിൻ ക്യാരക്ടറായിട്ട് നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈവൻ തെന്നിന്ത്യൻ സിനിമകളിലും മറ്റു സിനിമകളിൽ പോലും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകൾക്ക് ഒത്തിരി ടാലന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഈ ഫീൽഡിലേക്ക് ഒരു ശുദ്ധമായ ഒരു നായക സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിഷേധിക്കപ്പെടുന്നത് മനഃപൂർവ്വമാണോ, അതോ എങ്ങനെയെങ്കിലും ആയി പോകുന്നതാണോ എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ പറയാവുന്ന കാര്യം ടാലന്റ് ഹണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട് എന്നുള്ളത്. അത് നമ്മളൊരു കഥ എഴുതുമ്പോൾ ഇതെല്ലാം ഒറ്റ കാര്യത്തെക്കുറിച്ച് ആണ് സേബ് സാർ ആലോചിക്കുന്നത്. ഇത് മണി ഓറിയന്റഡ് ബിസിനസ് ആർട്ട് ഫോമാണ്. ഇത് അല്ലാതെ നമ്മളുടെ ഈ മാനസിക ഉല്ലാസം എന്നൊക്കെ പറയുന്നത് ഈ സാമ്പത്തിക അടിസ്ഥാനത്തിൽ കൂടിയുള്ളതാണ്. കാരണം വെച്ചാൽ ഈ എല്ലാ സിനിമകൾക്കും ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളുണ്ട്. ആരംഭകാലങ്ങളിൽ
പണ്ട് കാലത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് കമ്പനികളായിരുന്നു. ഇപ്പൊ ഉദയ പോലെ മെർലാൻഡ് പോലെയൊക്കെയുള്ള കമ്പനികൾ സിനിമ എടുക്കുന്ന സമയത്ത് അവരുടെ കമ്പനിയിൽ എഴുതാൻ ഒരാളുണ്ടാവും, തിരക്കഥ എഴുതാൻ ആളുണ്ടാവും, കഥ പറയാൻ ആളുണ്ടാവും, പാട്ട് എഴുതാൻ ആളുണ്ടാവും. ഈ പറയുന്ന ആൾക്കാരെല്ലാം ചേർന്ന് നിന്നിട്ട് അവിടെ തന്നെ ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഈ ആർട്ടിസ്റ്റുകൾ ഒരു കമ്പനിയിലെ ആർട്ടിസ്റ്റുകൾ മറു കമ്പനിയിൽ അഭിനയിക്കുക പോലും ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്, ഉദയയുടെയും മെർലാൻഡിന്റെയും കാലങ്ങളിൽ. അന്ന് ഈ കഥ എഴുതുമ്പോൾ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയായിരിക്കും. ഇപ്പൊ സത്യൻ കുറെ കാലം മെർലാൻഡിൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ എന്നാൽ അതേസമയം പ്രേം നസീർ ഈ ഉദയയുടെ സിനിമകളിലും മെർലാൻഡ് സിനിമകളിലും പിന്നീട് വരികയും ചെയ്തിട്ടുള്ള. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഷെയറിങ് ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ഇന്ന് സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന തരത്തിലേക്കുള്ള നമ്മൾ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു കഥ പറയുമ്പോൾ ആ കഥയ്ക്ക് അനുരൂപനായിട്ടുള്ള താരം ഞാൻ പറഞ്ഞ മണി വാല്യൂ ഉള്ള നമ്മൾ ഒരു ആക്ടറെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ കിട്ടും. അയാളെ കാണാൻ ആൾക്കാർ വരും. അയാളെ കാണുന്നത് കൊണ്ട് നമ്മളുടെ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ആളുകൾ തിയേറ്ററിൽ ഇരച്ചു കയറി നമ്മുടെ സിനിമ ഹിറ്റാക്കി മാറ്റും, വലിയ കച്ചവട മൂല്യമുള്ളതാക്കി മാറ്റും എന്ന് പറയുമ്പോൾ ഒരു ആക്ടറെ നമ്മൾ ആലോചിക്കും. ആ ആക്ടർ വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും സിനിമ എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഏറ്റവും താരപ്പൊലിമയുള്ള, ഞാൻ പറയുന്നത് കാശ് എന്ന് പറയുന്നത് പണം എന്നുള്ള അർത്ഥത്തിലാണ്, താരപ്പൊലിമയുള്ള ഒരു ആക്ടറെ നമ്മൾ ഒരു കഥ ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് അവരെ ആയിരിക്കും. അവർ വേണ്ട എന്ന് പറയുമ്പോഴായിരിക്കും, അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പ്രൊഡ്യൂസർക്ക് എന്നാൽ അന്ന് അതിന് വരുന്ന ബഡ്ജറ്റ് അല്ല, കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. അപ്പൊ പുതിയ ആൾക്കാര് അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് ഗ്രേഡ് ആക്ടേഴ്സിനെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചതിരിക്കും. ആ സെക്കൻഡ് ഗ്രേഡ് ആക്ടേഴ്സ് അത് കഴിഞ്ഞിട്ട് അവരും വേണ്ട എന്ന് പറയുമ്പോൾ തേർഡ് ഗ്രേഡിലേക്ക് പോകും. ഇങ്ങനെ രീതിയിലുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാൽ അതൊക്കെ വിട്ട് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നേരത്തെ ചോദിച്ചു രണ്ടുപേര് മാത്രമായിട്ട് മാറുന്നു. രണ്ടുപേര് മാത്രമായിട്ടല്ല, വേറെ ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. ഈ ഒരാളെ എതിർത്ത് ഒരു ആക്ടറെയും നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അവനിൽ കഴിവുണ്ടെങ്കിൽ, അവന് ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ സെന്റൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവനെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അവന് ജനങ്ങൾ സ്നേഹിക്കുന്നില്ല, അവൻ കൊള്ളാം, കുഴപ്പമില്ല, ഒരു മൈനോറിറ്റി അവനെ സ്വീകരിച്ചാൽ പോലും ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ അയാൾ ഒരു മെജോറിറ്റിയുടെ ആളായി മാറിയെന്നും വരാം. ഇത് ഡിപ്പെൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും എല്ലാ കാലത്തും ലക്ക് എന്ന് പറയുന്നൊരു ഒരു വലിയ ഫാക്ടർ ഉണ്ടെന്നില്ല. നമുക്ക് തന്നെ പേഴ്സണലി എൻ്റെ ഒക്കെ ലൈഫിൽ തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന സിനിമയിലുള്ളതിനേക്കാൾ 100 ഇരട്ടി പിന്നെ കഴിവുള്ള കക്ഷികൾ ഈ ഈ സിനിമയ്ക്ക് പുറത്തുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യത്തോടു കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആക്ടേഴ്സ് ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഒരിക്കൽ പോലും ഒരു എൻട്രി ഈ സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് കിട്ടാതെ പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിഭീകരമായിട്ട് എഫേർട്ട് എടുത്ത് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ആ എഫേർട്ട് എടുത്ത് ശ്രമിക്കുമ്പോൾ അവർ ചിലപ്പോൾ ചെന്ന് കയറുന്ന വഴി അത്ര സുഗമമുള്ളതോ അല്ലെങ്കിൽ അത്രയും ജെന്യുവിൻ ആയതോ അല്ലെങ്കിൽ അത്രയും ഈസി ആയതോ ആയിരിക്കുകയില്ല എന്നുള്ളത് കണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്കറിയില്ല ഏതൊരു മനുഷ്യനാണ് ഭാഗ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് സാർ ഇതിനകത്ത്. അത് ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും കഴിവ്. ഇപ്പം നമ്മൾ പറയാം, ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്തു പോകുന്ന ഒരു ആക്ടർ ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ തന്നെ ആവട്ടെ, ഏറ്റവും വലിയ താരപ്പൊലിമയുള്ള ഒരു സിനിമ തന്നെ ആവട്ടെ, അതിനകത്ത് ഗംഭീരമായിട്ട് ഒരു 5 സീനിൽ അഭിനയിച്ചു പോയിട്ടുള്ള ആൾ, ഇപ്പോഴത്തെ കാലമല്ല, ഞാൻ പഴയ കാലത്താണ് പറയുന്നത്, ആ 5 സീൻ, അതായത് ഫിലിമിന്റെ കാലത്ത് സെല്ലുലോയിഡ് വർക്ക് ചെയ്ത സ്ഥലത്ത് 5 സീനിൽ അഭിനയിച്ചു പോയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ആ പടം അട്ടർ ഫ്ലോപ്പ് ആയാൽ ഇയാളെ കാണില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ആ സിനിമ നമുക്ക് കാണാനുള്ള സോഴ്സുകൾ ധാരാളമുണ്ട്. ചിലപ്പോൾ ഐദർ ഇറ്റ് മേ ബീൻ ടെലിവിഷൻ ഓർ മറ്റേതെങ്കിലും മീഡിയത്തിലൂടെ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ നമുക്ക് ഈ സിനിമകൾ കാണാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. പണ്ട് അതില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് പടം പൊട്ടിപ്പോയത് കൊണ്ട് മാത്രം മുന്നോട്ട് വരാതിരുന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നവരുണ്ട്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഉറപ്പുള്ള, കാരണം ജനത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു ആക്ടർ മാറിയിട്ടുണ്ടെങ്കിൽ ആ ആക്ടർ തീർച്ചയായിട്ടും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അവരെ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി മാറിയിട്ടുമുണ്ട് എന്നുള്ളത്. പണ്ടൊക്കെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രിന്റ് എടുത്ത് തിയേറ്ററിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. അപ്പൊ അതുകൊണ്ട്
ഈ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന പെർഫോമൻസുകൾ വേസ്റ്റ് ആയി പോകുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു പിടിച്ച് OTT പ്ലാറ്റ്ഫോമുകളിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തിരിച്ചു പിടിച്ച്, അല്ലെങ്കിൽ ടെലിവിഷൻ മീഡിയത്തിലൊക്കെ തന്നെ തിരിച്ചു പിടിച്ച് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെയും തള്ളിക്കളയാൻ പറ്റില്ല സാർ. അവരൊന്നും ആക്ച്വൽ കഴിവുണ്ടെങ്കിൽ, ഞാൻ 100% പറഞ്ഞ കഴിവ് തന്നെ, ടാലന്റ് തന്നെ ഉണ്ടാവണം. ടാലന്റ് ഇല്ലാതെ കാരണവശാലും ഒരാൾക്കും ഒരിടത്തേക്കും എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ അവരെ തള്ളിക്കളയുന്നൊന്നുമില്ല. അവർക്കെതിരെ ഈ ഏതെങ്കിലും തരത്തിൽ അവരെ ഒഴിവാക്കപ്പെടുകയാണോ എന്നുള്ളതല്ല. അവരെ ചിലപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ഒരു സമയമുണ്ട്. ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ ചെയ്താൽ പോലും ചിലപ്പോൾ ആള് ജനം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാത്ത അവസ്ഥകളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ സർ, താങ്ക് യു കേട്ടോ, ഇത്രയും വിശദമായി സംസാരിച്ചത് ഒത്തിരി നന്ദി. താങ്ക് യു. ഹലോ സാർ. നമസ്കാരം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പുസ്തകത്തെ കുറിച്ചാണ്. ഈ ഐശ്വര്യ പറഞ്ഞ നിർത്തിയത് തന്നെയാണ്, അല്ലെങ്കിൽ ഐശ്വര്യ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ഇതിനകത്തെ ഭാഷ വളരെ നമ്മളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതില് കുറെ ഞാൻ ചിലതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അതെന്ന് വെച്ചാൽ ഇപ്പം ഒരുവന്റെ ജീവിതം അവൻ പോലും അറിയാതെ നീങ്ങുന്നു എന്ന് പറയുന്നത് സത്യം, ആഗ്രഹങ്ങളുടെ തുടർച്ചയാണത് എന്ന വാചകം പോലെ. അതുപോലെ ആ പേജിൽ തന്നെ സിനിമ എന്ന അത്ഭുത പ്രപഞ്ചത്തിലെ സൂര്യനെ തിളങ്ങുന്ന അസാധാരണ ഗോളം എന്ന പ്രയോഗവും, അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ ആ കടലിലെ ഒരു തുള്ളി ഞാൻ അനുഭവിക്കുകയായിരുന്നു എന്ന ആ പ്രയോഗം, അങ്ങനെ കുറെ അധികം സ്ഥലത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൂ വിടരുന്ന പോലെ എത്ര യജ്ഞലളിതമായാണ് വഴികൾ തെളിയുന്നത് എന്ന്. ഒരു സ്ഥലത്ത് സിനിമയുടെ പേര് തന്നെ ഒരു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തില് അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ പുറത്ത് പതുക്കെ സന്ധ്യ വിരിഞ്ഞതിന്റെ പൂമണം നിറഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പൊ അത് വളരെ മനോഹരമായിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങള് നമുക്ക് തരുന്ന ഒരു അനുഭവം വളരെ മനോഹരമായിട്ടുണ്ട്. അതേ സമയത്ത് തോന്നിയൊരു കാര്യം, ഈ ചില സമയത്തെങ്കിലും നമുക്ക് ഒന്നും ശ്രദ്ധിച്ച് വായിക്കാത്തതിൻ്റെയാണെന്നറിയില്ല, ചിലപ്പോ നമുക്ക് തുടർച്ച കിട്ടാതെ പോകുന്നു, ചില തടഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ സാർ ആ കാറ് അന്വേഷിച്ചു പോകുന്ന, കാറിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഘട്ടം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വീണ്ടും അത് ഒന്നോടെ വായിച്ചു നോക്കി പോകേണ്ട ഒന്നുകൂടി വന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ അധ്യായങ്ങൾക്കൊക്കെ ഇതുപോലെ ഭാഷാപരമായ ഒരു പേര് ടൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ എളുപ്പമുണ്ടായിരുന്നു. സാറ് വർഷങ്ങളല്ലേ കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായി. അത് സാർ ഇനി എഴുതുമ്പം അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു കാര്യം, അതായത് അധ്യായത്തിന്റെ പേര് വരുന്നത് ഇത്ര മനോഹരമായ പ്രയോഗങ്ങളാണെങ്കിൽ വർഷവും കൂടി ഉണ്ടാവുന്ന നല്ലതാ. അതേ സമയത്ത് ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുക. താങ്ക് യു അജീഷ്. അതും അങ്ങനെയും ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ. ഞാൻ ഈ പല കാര്യങ്ങളും പല സമയങ്ങളിലും ഈ നമ്മുടെ ഓർമ്മ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വാക്ക് ഒരു ഓർമ്മ തന്നെയാണ്. വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തലുകളും നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ബേസിക്കലി ഒരു കണക്ക് എൻ്റെ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഈ അക്കങ്ങളോട് എനിക്ക് അമിതമായ ഒരു 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 പ്രണയമുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അക്കങ്ങളോടുള്ള ഒരു പ്രണയമുണ്ട്. അപ്പൊ ഈ അക്കങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നോക്കിയാൽ മതി, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഓർമ്മകൾ, സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീയതികളിൽ ഓർക്കാനും. കാരണം ഇതിന്റെ ചരിത്രം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഞാൻ പ്ലാസി യുദ്ധം എപ്പോൾ നടന്നു, പാനിപ്പത്തിൽ യുദ്ധം എപ്പോൾ നടന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്നത് മുഴുവൻ അക്കങ്ങളാണ്. അപ്പൊ ഈ അക്കങ്ങൾ എനിക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചരിത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാരണം ഞാൻ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ആദ്യം അന്വേഷിക്കുന്ന ആ സ്ഥലത്തിന്റെ ചരിത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാനും അടർത്തിയെടുക്കാനും എളുപ്പത്തിലുള്ള മാർഗം അക്കങ്ങളെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അങ്ങനെ
ആലോചിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങളിൽ ഇത് ഒരു നിയതമായ പിന്നെ ലീനിയർ ലെവലിലൊന്നും അല്ല ഒരു മനുഷ്യന്റെയും ഓർമ്മകൾ നിലനിൽക്കുന്നത് എന്ന് പറയാം. താങ്കൾ തന്നെ ഇന്ന് ഇപ്പൊ ഈ മീറ്റിങ്ങിലേക്ക് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ പറയാൻ പോകുന്നത്, ഇന്ന് രാവിലെ ഞാൻ കോളേജിൽ പോയ സമയത്ത് അവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞു അവിടുന്ന് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇന്നയാളെ കണ്ടു, അല്ലല്ല വൈകുന്നേരം മറ്റേ ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോകുന്നുണ്ടായിരുന്നു, അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇറങ്ങിക്കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു കാര്യം തന്നെയാണ്. ഓർമ്മകൾ ഒരിക്കലും നിയതമായ ഒരു ലെവലിലൂടെ സഞ്ചരിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് ആദ്യം വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ഓർത്തെടുത്ത് പറയുക, എന്നിട്ട് അതിനകത്തേക്ക് ഇറങ്ങി പോകുമ്പോഴായിരിക്കും അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുക. ആ ഡീറ്റെയിലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയെ കൂട്ടുപിടിക്കണം എന്നുള്ളത്. ആ കൂട്ടുപിടിക്കലിൽ ചിലപ്പോൾ 1, 2 എണ്ണി പോവുകയല്ലേക്കും 1, 5, 2, 3 എന്നിട്ട് വീണ്ടും 8, 9 എന്നുള്ള സാധ്യതയ്ക്ക് വരും. പിന്നെ എന്നിട്ടായിരിക്കും 6, 7 എന്നൊക്കെ വരുന്ന സംഭവങ്ങളിലേക്ക് വരിക. അപ്പൊ അത് തന്നെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വഴികളിൽ ആ പറയുന്നത് ഉണ്ടാവട്ടെ എന്ന് ബോധപൂർവം തന്നെയാണ് ഞാൻ ബോധപൂർവം ഇൻ ദ സെൻസ് പറഞ്ഞാൽ ഓർമ്മ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോധപൂർവം ഉണ്ടല്ലോ, ബോധം ഉണ്ട്. ആ ബോധത പൊതുവെ പഴയ കാലത്ത് അത്തരം രീതിയിലുള്ള കഥകൾ ധാരാളം എഴുതിയിട്ടുള്ള ബോധധാര സമുദായത്തിലെ കഥകൾ എഴുതിയിട്ടുള്ള കക്ഷികളുണ്ട്. നോൺ ലീനിയർ സ്വഭാവത്തിൽ നിന്നും നോൺ ലീനിയറിലേക്ക് മാറുന്ന കഥന രീതികളിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത്തരം കഥകളും ജീവിതമൊക്കെ അനുഭവിച്ചും പറഞ്ഞും പോയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അടുത്ത പ്രാവശ്യം ചില അധ്യായത്തിന് നിങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറയില്ല, നമുക്കൊരു പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു വായനക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് സത്യമാണ്, അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഞാൻ ശ്രമിച്ചു നോക്കാം. എനിക്കറിയില്ല, ഇനി എഴുതുമ്പോൾ അങ്ങനെയാണോ വരിക എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊന്നും ഞാൻ പറയില്ല, ഇതൊന്നും ഇപ്പൊ താങ്കൾ എഴുതി വെച്ച് പറഞ്ഞ വാചകങ്ങളൊന്നും തന്നെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ഞാൻ ആ എഴുതുന്ന ആ ഫ്ലോയിൽ കഴിഞ്ഞാൽ ഞാനത് വിട്ടുകളയും. ഞാനതൊരിക്കലും പിന്നീട് എൻ്റെ ബാധ്യതയായിട്ട് എൻ്റെ തലയിൽ കൊണ്ടു നടക്കാറില്ല. പലപ്പോഴും ഞാൻ പല എഴുത്തുകാരും വളരെ മനോഹരമായിട്ടുള്ള വാചകങ്ങൾ അവരെഴുതിയ പുസ്തകങ്ങളിലെ പാരഗ്രാഫുകൾ കാണാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. പല എഴുത്തുകാരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല. ഞാൻ എഴുതി കഴിയുന്നത് ആ സമയത്ത് എഴുതി കഴിയുന്നതോട് മറന്നു പോവുകയും അത് പിന്നീട് ഞാൻ എടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് വീണ്ടും വായിക്കേണ്ടി വരുന്നില്ല. കാരണം എൻ്റെ ഒരു എഴുത്ത് ഒറ്റ ഫ്ലോയിൽ അങ്ങ് പോകുന്ന എഴുത്താണ്. അത് ആ ഫ്ലോ കഴിയുമ്പോൾ അതൊന്ന് റീവർക്ക് ചെയ്യാനായിട്ട് വാചകഘടനയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്ന് റീറൈറ്റ് ചെയ്യാനുള്ള, തെറ്റ് തിരുത്താനുള്ള, അക്ഷരങ്ങളെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ രണ്ടാമത് വായിക്കുന്നത്. മൂന്നാമതൊരു വായന എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ വായനയിൽ അത് പരിപൂർണമായിട്ട് തീരും. പിന്നെ മൂന്നാമത്തെ വായന മിക്കവാറും വായിക്കുന്നത് എഡിറ്ററോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഡിറ്ററോ അതല്ലെങ്കിൽ വായനക്കാരനോ ആണെന്നുള്ളത്. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ആ സ്വഭാവത്തിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്. കാരണം വെച്ചാൽ ഞാൻ എഴുതി കഴിഞ്ഞ സാധനങ്ങൾ ഞാൻ മഹത്തരമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ വേറൊരാൾ വായിച്ചാലേ അത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുമല്ലോ. അവര് വേണ്ടെന്ന്. കാരണം കാരണം അവര് രണ്ടാമതും മൂന്നാമതും ഒക്കെ വായിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ആ വായനക്കാരൻ എന്നോട് പറഞ്ഞത് അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്യൂസിനൊക്കെ പണ്ട് കഥകൾ എഴുതിയിട്ട് പുള്ളിക്ക് കൊടുക്കുകയും പുള്ളി അത് കീറിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ കീറിക്കളഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും എഴുതിയത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാനും എഴുതിയത് ഞാൻ വീണ്ടും വായിക്കാനും എനിക്ക് പേടിയാണ്. അത്രേ ഉള്ളൂ. മനോഹരമായ പുസ്തകമാണ് സാർ. അത് വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾ വായിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് സാർ. അല്ല, ഇതാണ് അജീഷ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എഴുതിയ സാധനം ഞാൻ തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം അത് എനിക്ക് പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഞാൻ അതിനകത്ത് വീണ്ടും വീണ്ടും തെറ്റുകൾ കാണാൻ തുടങ്ങും. വാചകങ്ങളുടെ ഘടന ശരിയല്ലാതും ഇവിടെ ഇന്നത് വന്നിട്ടില്ലാതും ഇന്നത് ഒരു കാര്യം കൂടെ പറയാനുണ്ടായതില്ല, അത് ഞാൻ മറന്നുപോയില്ല. കാരണം അന്നേരം എനിക്ക് ഓർമ്മയുണ്ടാവില്ല. കഥയാണെങ്കിലും അത് തന്നെ. ചെറുകഥ എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇത് ചെറുകഥ ഒരു 3, 4, 5 പ്രാവശ്യം ഞാൻ മാറ്റി എഴുതി പോകുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഇത്തരം എഴുത്തിനകത്ത് ഒരിക്കലും എനിക്കൊരു രണ്ടാമത് വായന പേടിയാണ്. കാരണം വെച്ചാൽ ഞാൻ
എൻ്റെ പാസ്റ്റ് ആണ് പറയുന്നത് എന്നുള്ളത്. മറ്റതിനകത്ത് അതിമനോഹരമായ ഫിക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ചെറുകഥകൾ. നമസ്തേ. നമസ്കാരം. നമസ്കാരം നമസ്തേ ശ്രീ മധുപാൽ. ഒരു സംവിധായകനെ, നടനായ, എഴുത്തുകാരനുമായ താങ്കളെ ഇതിലൂടെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഞാനും ഇതുപോലെ വായനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗ്രൂപ്പിൽ വന്നത്. ഞാൻ ട്രെയിനിങ് കോളേജിന്റെ ചിലപ്പോൾ കുറെ കുട്ടികളുണ്ട്, അതിൽ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ വായനക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് എനിക്ക് വായന ആവാൻ വേണ്ടി, കാരണം കുറച്ച് ചെയ്യാതെ, അത് നഷ്ടപ്പെട്ടു എന്നല്ല, വായിക്കാൻ പറ്റാതെ ആയിട്ട് പിന്നെ വീണ്ടും വായന തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്കിത് പുസ്തകം വായനയുടെ ഒരു കളരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഈ മായാസഞ്ചാരം നല്ല ഭംഗിയുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി. ഞാൻ പക്ഷെ വായിച്ചിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ആ പുസ്തകം വായിക്കാനുള്ള ഒരു അവസരമാണ് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പെൺതിര എന്ന് പറഞ്ഞിട്ട് അനൂപാപ്പച്ചന്റെ ഒരു സിനിമ സംബന്ധമായിട്ടുള്ള ഇതിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകവും വായിക്കണം, ഇതും വായിക്കണം. അപ്പൊ അതിൽ സ്ത്രീകളെ പറ്റി, സ്ത്രീകളായിട്ടുള്ളതാണ്, പ്രസക്തമായിട്ടുള്ള സ്ത്രീകള്, ഷീലയുടെ ചുണ്ടുകളാണെന്ന് പറഞ്ഞു. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ താങ്കളുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രല്ല ഒഴിമുറി, തലപ്പാവ്. അപ്പം ഈ നടൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് തലപ്പാവ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിലാണ് ചർച്ചയും ഒക്കെ ആയിട്ടുള്ള സിനിമകളാണ്. ഈ കുപ്രസിദ്ധ പയ്യൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് ചോദിക്കുന്നത്, നടൻ എന്നുള്ള രീതിയിലാണോ താങ്കൾ അറിയപ്പെടാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടൻ എന്നാണോ അത് സംവിധായകൻ എന്നാണോ? കാരണം നമ്മളിപ്പം താങ്കൾ ഒരുപാട്, എനിക്ക് ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ ആയാലും ഒരുപാട് സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന സിനിമകളാണ് പെട്ടെന്ന് ഓർമ്മ വരിക അവരുടെ. അപ്പം എന്താണ് പറയാ, അപ്പൊ അങ്ങനെ വന്നിട്ട് ഇപ്പം താങ്കൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഈ 3 സിനിമകൾ സംവിധായകനായിട്ടുള്ള ഇതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ സംവിധായകൻ എന്നുള്ള രീതിയിലാണോ, അതേ നടൻ എന്നുള്ള രീതിയിലാണോ, സ്വന്തമായിട്ടൊരു മനസ്സിനൊരു സമാധാനവും അല്ലാതെ അതിനകത്തൊരു സംതൃപ്തി അതൊക്കെ കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ സംവിധായകൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടാനായിട്ടുള്ള ഒരു താല്പര്യം എന്നുള്ളതാണ് എനിക്ക് ഒരു ചോദിക്കാനുള്ളത്. അപ്പം അതേപോലെ തന്നെ എന്താ ഈ സിനിമയുടെ ഇതിനകത്ത് ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സിനിമയുടെ അമ്മ എന്നുള്ള രീതിയിൽ PK റോസിയാണ്. പക്ഷെ PK റോസി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സിനിമയുടെ നമുക്ക് തുറന്നു തന്നിട്ടുള്ള, ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ സ്ത്രീയായിട്ട് വന്ന് കുറെ കല്ലേറ് കൊണ്ടുവന്ന ഒരു പേരില് ഒരു സ്മാരകമോ അല്ലെങ്കിൽ അവരുടെ പേരിലൊരു അവാർഡ്, ഇപ്പോഴും ഡാനിയലിന്റെ സ്മാരകം അല്ലെങ്കിൽ അങ്ങനെയാണ് പറയണത്, JC ഡാനിയലിന്റെ, അവർക്ക് അർഹമായിട്ടുള്ളൊരു സംഗതി എപ്പോഴാണ് ഇനി മലയാള സിനിമ മേഖലയിൽ വരിക എന്നുള്ളതാണ് എനിക്കൊരു ചോദ്യമുള്ളത്. പിന്നെ ഒന്നും കൂടി, താങ്കൾ സിൽക്ക് സ്മിതയെ പറ്റിയിട്ട് പറഞ്ഞതായിട്ട് ഞാൻ അത് വായനയിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. കാരണം ഈ സിനിമാക്കാരുടെ അണിയറയില് വളരെ അവരുടെ എന്താ പറയാ ഒരു ലൈംഗികത ഇവരിലൂടെ ഇരുന്ന് ചിരിയും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ലേഡിയെ പറ്റി താങ്കൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനത്തെ ഒരു കഥാപാത്രം KPACയുടെ ഉണ്ട്, മമ്മൂട്ടി കൊണ്ടൊരു താലി കെട്ടിക്കാനോ അങ്ങനെ നടക്കുന്ന ഒരു ഇതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ജഗദീഷിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴാണ് ഇപ്പൊക്കെ നമ്മൾ അതിശയപ്പെട്ടു പോകും. എച്ചൂസ്മി കാക്കച്ചൂറി എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്ന ഒരാള്, അങ്ങനെ കൊണ്ട് സിനിമ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരാളുടെ അത്ഭുതകരമായ മാറ്റമാണ് ഇപ്പോഴുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത്. അപ്പം കിട്ടിയിട്ട് നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ, അപ്പൊ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ താങ്കളുടെ നടനമായിട്ടുള്ള ചാതുരി അല്ലെങ്കിൽ ചാരുത അല്ലെങ്കിൽ വൈഭവം ഇതുവരെ മലയാള സിനിമ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനിയും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇനിയും വരാനായിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യങ്ങൾ. പിന്നെ ഒരു ചോദ്യം, ഇപ്പൊ ഫുട്ബോൾ നടക്കുന്ന സമയമാണ്, താങ്കൾ ഏത് ടീമിന്റെയും കൂടി ഒന്ന്, ഏതെങ്കിലും ടീമിന്റെ കോഴിക്കോടുകാരനും കൂടി ആയതുകൊണ്ട് ചോദിച്ചതാണ്. അതും കൂടി അറിയാൻ ഒരു ആഗ്രഹം. താങ്ക് യു.
അമ്മ പിന്നെ കോഴിക്കോടാണോ സ്വദേശം? കോഴിക്കോടാണോ സ്വദേശം? മ്യൂട്ടാണ്. സോറി, ഞാന് ഇപ്പൊ കോഴിക്കോടല്ല, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. ഞാൻ തൊണ്ടയാടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എവിടെ? തൊണ്ടയാട് മറ്റേ ബൈപ്പാസിന്റെ അടുത്ത്, മിനി ബൈപ്പാസ് ഇല്ലേ? ഞാൻ എന്റെ അമ്മയുടെ വീട് തൊണ്ടയാടാണ്, അതുകൊണ്ടാണ് അതെവിടെയായിട്ടാണ്? തൊണ്ടയാടാണ്. ചേവരമ്പലത്തേക്ക് പോകുന്ന തൊണ്ടയാട് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ബാക്ക് സൈഡ് തന്നെയാണ്. അവിടെ ഒരു ചേവരമ്പലത്ത് നമ്മൾ അവിടെ നിന്ന് കായ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങാൻ അറിയാം. ചന്തകുഞ്ഞം പബ്ലിക് Okay, ലൈബ്രറി ലൈബ്രറി ഉണ്ട്, അതിന്റെ പുറകിലായിരുന്നു. പോട്ടെ. ചന്തുകുഞ്ഞൻ ലൈബ്രറിയുടെ പുറകിലല്ലേ? ഓക്കെ. അപ്പോ ഞാനിപ്പോ എറണാകുളത്താണ്. അപ്പൊ വലിയ സന്തോഷം കണ്ടതില്. ഞാന് ഇപ്പൊ അമ്മ ചോദിച്ച കാര്യങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആസ് ആൻ ആക്ടർ ആണോ ഡയറക്ടർ ആണോ എന്നുള്ളത്. ഇപ്പം ഒരു കാര്യം ഉറപ്പുള്ളതാണ്, ഞാൻ ഇത്രയും കഴിഞ്ഞ 90 മുതൽ സിനിമ എന്ന മീഡിയത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 സിനിമകളെ കുറിച്ചാണ് ശ്രീലക്ഷ്മി അമ്മ പറഞ്ഞത്. കാരണം 3ഉം ഞാൻ സംവിധാനം ചെയ്ത സിനിമകളെയാണ്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും എന്നോട് ആദ്യം പറയുന്നത് തലപ്പാവിനെ കുറിച്ചും ഒഴിമുറിയെ കുറിച്ചുമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല സംവിധാനമാണെന്ന് പൊതുബോധത്തിൽ പൊതുജനം എന്നെ അംഗീകരിക്കുന്നത് ആ രീതിയിലാണെന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് അഭിനയിക്കാനല്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് ഞാൻ സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു. പലപ്പോഴും പല അസിസ്റ്റന്റ് ഡയറക്ടർമാരായിട്ട് വന്നിട്ട് അഭിനേതാക്കളായി മാറിയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും അന്നും ഇന്നും എന്നും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വഴി കിട്ടുക എന്നുള്ളതാണ്. കാരണം ഞാൻ പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടിയല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 സിനിമകൾ ചെയ്തു. 3 സിനിമകളും ആൾക്കാർ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷമാണ് എനിക്ക് ഇപ്പോൾ ശ്രീലക്ഷ്മി അമ്മ പറഞ്ഞപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു എലമെന്റ് ഉണ്ട്. അത് ആസ് ആൻ ആക്ടർ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആക്ടറെ മോൾഡ് ചെയ്തെടുക്കുന്നതിനകത്തുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഒരു കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. കഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന സുഖം പോലെ തന്നെയാണ് കഥ സംവിധാനം എന്ന് ചെയ്തിട്ട് അതൊരു ഫ്രെയിമിലാക്കിയിട്ട് പൊതു ആളുകളുടെ അടുത്തേക്ക് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു ഡയറക്ടർ എന്ന് പറയുന്ന പേര് കേൾക്കാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അഭിനയിക്കാനുള്ള വഴികൾ ഉണ്ട്. ഇപ്പൊ അതാ പറഞ്ഞ നേരത്തെ, ഇന്ന് ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ട്, ഐ നോബഡി എന്നുള്ള സിനിമയാണ്. അത് ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടു നോക്കൂ. അപ്പോൾ എൻ്റെ കഴിവുകളുടെ ഒരു വഴി അതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വഴിയാണ്. ആ വഴി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധായകർ തീരുമാനിക്കുമ്പോഴാണെന്നുള്ളത്. ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ അഭിനയിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തതാണ്. കാരണം ഞാൻ മറ്റുള്ളവരുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അവരാണ്, അല്ലാതെ ഞാൻ എന്നെ ജഡ്ജ് ചെയ്യുന്ന രീതി ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും, പക്ഷെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ മൂന്നാമത്തത് സിൽക്ക് സ്മിത എന്ന് പറയുന്ന ആക്ട്രസ് എന്നോടൊപ്പം അഭിനയിച്ചിരുന്നു, ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ അമ്മ ഏറ്റവും മനോഹരമായിട്ട് എന്നോട് സംസാരിച്ചിരുന്നു, ഏറ്റവും ഗംഭീരമായിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഏറ്റവും മഹത്തായ ഒരു നല്ല സോളുണ്ട്, നല്ല ആത്മാക്കളാണ് അതൊക്കെ, നല്ല സോളാണ് അതൊക്കെ. ആ നല്ല സോളിനെ പരിചയപ്പെടാനും അവരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ഞാനൊരു കുറിപ്പ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് വായിക്കുകയും ഒരുപാട് പേര് ഇന്നും എന്നോട് സംസാരിക്കണം. 97 എഴുതിയ ഒരു കാര്യമായിരുന്നു. 30 വർഷത്തോളം ആയി. ആ 30 വർഷത്തോളമായിട്ട് ആ എഴുതിയ എഴുത്തിനെ അവരിന്നും എന്നോട് പറയുന്നു എന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ, എനിക്കല്ല, ഞാൻ ആ ഇപ്പോൾ ഇല്ലാതെ പോയ ഈ ശരീരം കൊണ്ടില്ലാതെ പോയെങ്കിലും ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സിൽക്ക് സ്മിത എന്ന് പറയുന്ന വിജയലക്ഷ്മിയുടെ മുന്നിൽ സമർപ്പിക്കാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും കൂടി ആയിട്ട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പം ഐശ്വര്യ ചോദിച്ചപ്പോ പറഞ്ഞു ഒരു വുമൺ AD ആവുമ്പോൾ അത്രയും അങ്ങോട്ട് ദേഷ്യപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ജെൻഡർ ഈക്വാലിറ്റി വരുമ്പോൾ അവിടെ ഒരു മൃദു സമീപനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഈക്വൽ ആണല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ഒരു അതിനകത്തൊരു ചെറിയ ജെൻഡർ
ഈക്വാലിറ്റി അല്ല. ഞാൻ അതിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു അച്ഛനുണ്ടാവും. ആ അച്ഛൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെൺകുട്ടികളോട് പെൺകുട്ടികളെ ഞാൻ വഴക്ക് പറയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അവരെ വഴക്ക് പറയില്ല. എനിക്ക് വഴക്ക് പറയാൻ പറ്റില്ല അവരെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ പെൺകുട്ടികൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് വഴക്ക് പറയണമെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളത് വഴക്ക് പറയില്ല. കാരണം എനിക്ക് എന്റെ 2 പെൺകുട്ടികളെ ഓർമ്മ വരും അപ്പോൾ. ഓക്കെ, താങ്ക് യു. സമയത്തിന്റെ ഒരു പരിധി അതാണ്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? സാറേ, ഞാൻ ഈ പുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നമ്മളന്ന് തൃശ്ശൂർ വെച്ച് കാണുകയുണ്ടായിട്ടുണ്ട്. വളരെ കൗതുകത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ പുസ്തകം എപ്പോഴും തുറക്കുന്നത്. കാരണം ഈ 1990-കളിലാണ് പറയുന്നതെങ്കിലും മലയാള സിനിമയുടെ വിജ്ഞാനകോശം പല വോളിയത്തിൽ ഇറക്കിയാൽ ഒരു വോളിയം ഈ പുസ്തകമാണ്. അത്രയധികം നൂറുകണക്കിന് മലയാള ചലച്ചിത്ര താരങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും അതിലുപരി സിനിമാ ലൊക്കേഷൻസ്, സിനിമാക്കാർ തങ്ങിയ ഇടങ്ങള്, തിരക്കഥ എഴുതാനായിട്ട് താമസിച്ച ഇടങ്ങള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ സാറ് എങ്ങനെ ഈ ചിത്രങ്ങളെല്ലാം എടുത്തു വെച്ചു, എത്രമാത്രം ഒരു ആൽബം, മലയാള സിനിമയുടെ ഒരു ആൽബം, ഫോട്ടോ ആൽബം കാണുന്ന പ്രതീതിയും കൂടി പുസ്തകത്തിനുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനപ്പുറം ഈ ഓരോ അധ്യായവും കുറേ നേരം വായിക്കാനുണ്ട് ശരിക്ക്. കാരണം അതിനകത്തകത്ത് കുറെ കഥകൾ ഇനിയും സാറിനത് വിപുലീകരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ജിഷ് മാഷ് പറഞ്ഞ പോലെ ഒരു ഈ കൊല്ലവർഷം അങ്ങനെ ഒരു പേരിട്ടിട്ട്, അല്ലെ കൊല്ലം എന്ന് പേരിട്ടതിന് ശേഷം വാക്യത്തിലുള്ള ശീർഷകങ്ങളും കൂടെ കൊടുക്കാമെന്ന് തോന്നി. പിന്നെ തോന്നിയത് ഈ ഒരു അധ്യായം തന്നെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി കൂടെ എന്ന് തോന്നി. ഇപ്പൊ ഉദാഹരണത്തിന് ലാസ്റ്റ് 1994 ജൂലൈ, അങ്ങനെയാണ് ഓർമ്മ, അതിനെ തന്നെ നമുക്ക് 3 പാർട്ടാക്കാൻ പറ്റും തോന്നി. എൻ്റെ ഒരു നിർദ്ദേശം പറയാണ്. അതിൽ ആദ്യ ഭാഗം കായംകുളം കൊച്ചുണ്ണി സിനിമയുടെ തീമിനെ കുറിച്ചും അതില് വട്ടപ്പറമ്പിൽ വല്യമ്മ, അങ്ങനെ ഒരു അമ്മയെ, ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നതും അത് തന്നെ ഒരു പീസാണ്, അതിൽ ഓർമ്മയാണ്. പിന്നെ നമുക്ക് വാർദ്ധക്യ പുരാണം, അതിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് അതൊരു വേറൊരു പീസാണ്. പിന്നെ ഇങ്ങോട്ട് ഭരത് ഗോപിയെ കുറിച്ചുള്ള ഒരു ഭാഗം, അങ്ങനെ ഒന്നിനെ തന്നെ 3ആക്കി ഇത് 30, 40, 50 അധ്യായം, ചെറിയ ചെറിയ അധ്യായങ്ങളാക്കി മാറ്റാമെന്ന് തോന്നി. പിന്നെ പറ്റുമെങ്കിൽ അത് കുറച്ച് ഒരു വൈജ്ഞാനിക തലം കൂടി പുസ്തകത്തിനുണ്ട്. ഒരു ഓർമ്മ പുസ്തകം എന്നതിനപ്പുറം ഇപ്പൊ മലയാള സിനിമയെ വളരെ ഗൗരവമായി വായിക്കുന്ന ഒരാൾക്ക് ഒരു വൈജ്ഞാനിക ഗ്രന്ഥം കൂടിയാണ്. സാറിനത് ഓർമ്മപ്പെരുക്കങ്ങളായിരിക്കാം, ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇതൊരു വൈജ്ഞാനിക ഗ്രന്ഥം കൂടിയാണ്. അപ്പോൾ ഒരു പദസൂചി പോലെ സിനിമകളുടെ പേരുകളാകാം, നടന്മാരുടെ പേരുകളാകാം, സംവിധായകരുടെ ഒത്തിരി സിനിമാ മനുഷ്യരെ ഇതിൽ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗ്ലോസറി പുറകിലാക്കാമെന്ന് തോന്നുന്നു. അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പുസ്തകമാണിത്. അപ്പൊ അത്തരം ഒരു നിർദ്ദേശങ്ങളും കൂടെ പറയുകയാണ്. ഇത് കാലവും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മുടെ കുട്ടികള് എല്ലാവരും വായിച്ചിട്ടില്ല, പലർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് വായിക്കാൻ. ഈ പുസ്തകം കൂടുതൽ പ്രകാശിതമാകട്ടെ എന്ന് പറയുകയാണ്. സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീണ്ടും എഴുതുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വഴിയാണ്. ചില ഓർമ്മകൾക്ക് നമുക്കൊരു ദിശാസൂചിക ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ളത് തന്നെയാണ്. ആ ദിശാസൂചിക ആണല്ലോ നമ്മുടെ കാലം എന്ന് പറയുന്നത്. അത് നമുക്ക് കാണിച്ചു തരട്ടെ എന്നുള്ളതാണ്. ഇനിയുള്ള ഭാഗങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ വഴിയും കൂടെ ചിന്തിക്കാം. പിന്നെ ഒന്ന് എഡിറ്റിംഗ് ആകാമെന്ന് തോന്നി. ചില വാക്യങ്ങൾ എനിക്ക് കൃത്യ ഓർമ്മയില്ല, നീണ്ടു പോകുന്നുണ്ട്. ഒരു
തിരുവനന്തപുരം രീതി വരുന്നുണ്ട്. പണ്ടത്തെ മാർത്താണ്ഡവർമ്മ നോവലിലൊക്കെ പറയുന്ന പോലെ നീണ്ട ആ വാക്യം. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ആ ക്രാഫ്റ്റ് കളികൾ ഇതിനകത്ത് ധാരാളമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ അത് മറന്നു കളയാം എന്ന് പറയുന്ന ക്രാഫ്റ്റ് കളി ധാരാളം ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. അത്തരം കളികളെല്ലാം ചെയ്തു. കാരണം ഒറ്റ ഒരു സെന്റൻസും ഒരു പാരഗ്രാഫ് ആയിട്ടുള്ള കളികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞാൻ ചെയ്തതൊന്നുമല്ല, എനിക്ക് മുമ്പ് എത്രയോ മുമ്പ് മാസ്റ്റർ പോസ്റ്റ് വരെ റിമംബറൻസ് ഓഫ് തിങ്സ് പാസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്, ജൂലിയസിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെക്കാൾ എത്രയോ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഒരു 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 പാരഗ്രാഫിന്റെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു വഴിയോ അങ്ങനെ വരുന്ന ഒരു കാഴ്ചയോ ആയിരിക്കാം. നമുക്കത് അങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ഉണ്ടാവാം. എല്ലാം അങ്ങനെ പറയണമെന്നില്ലല്ലോ. കാരണം അത്രയും ഉച്ചക്കം മാർത്താണ്ഡവർമ്മയിലൊക്കെ ഒരു വാക്ക് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് 2 പേജ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളല്ലേ ഒരു സിനിമ ഒരു 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 കാഴ്ച കാണുമ്പോൾ ബേസിക്കലി ആലോചിക്കുക, സിനിമയ്ക്കകത്തുണ്ടാകുന്ന ലോങ് ഷോട്ടുകൾ പിന്നീട് ഈ സ്റ്റഡി ക്യാം ഷോട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഒരു 1.5 മിനിറ്റിന്റെയും 2 മിനിറ്റിന്റെയും 3 മിനിറ്റിന്റെയും ഒക്കെ ഇപ്പം ഈ മറ്റേ അലക്സാണ്ടർ സുക്രോവിന്റെ ചില സിനിമകൾ ഒറ്റ തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഒരു എഡിറ്റ് പോലും ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ ജാൻസ്കോയുടെ പടങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ചില ചലച്ചിത്രങ്ങൾ കൂടിയുണ്ട് ഈ പറയുന്ന എഴുത്തിനകത്ത് എന്ന് കൊണ്ടുകൂടിയാണ് അങ്ങനത്തെ ചില കളികൾ ഇതിനകത്ത് ചെയ്തത്. അപ്പൊ അതെല്ലാ ആളുകളും അതങ്ങനെ സ്വീകരിക്കണമെന്നില്ല. ചിലർക്കത് മുഷിപ്പുണ്ടാക്കിയേക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതിനെ അങ്ങ് മറന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലോസറി തയ്യാറാക്കിയ എത്ര വരും എന്നാണ് ഞാൻ കണക്കാക്കിയത്. എത്ര മനുഷ്യരെ, എത്ര സിനിമകളെ, എത്ര ഇടങ്ങള് അല്ല, അത് ഇപ്പോഴല്ല, ഇതിന്റെ ബാക്കി ഭാഗം കൂടെ എഴുതി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആലോചിച്ചാൽ മതി എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളുണ്ട് ഇതിനെന്തായാലും. ചെറിയ മനോഹരമായ വാക്യങ്ങളുണ്ട് കേട്ടോ. അതും പ്രത്യേകം പറയുകയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു വാക്യങ്ങൾ നല്ല രീതിയിലും സിനിമ പോലെ തന്നെ എഴുത്തും. സന്തോഷം. താങ്ക് യു. ഇതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു വായിക്കാം എന്ന് പറയുന്ന ഒരു വായനയുടെ ഒരു കക്ഷി ഉണ്ടായിരുന്നു. അവരുണ്ടോ, ജോയിൻ ചെയ്തിരുന്നു, പിന്നീട് ഞാൻ കണ്ടില്ല. ഞാൻ എന്താ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും നീ പറയുമോ? അഞ്ജിത അല്ലേ? അഞ്ജിതല്ലേ? അതെ, അഞ്ജിത. എനിക്ക് ഞാനിവിടെ ഫുള്ളിരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോ ആക്ച്വലി സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വായിക്കുമ്പോ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടി. കാരണം സത്യം പറഞ്ഞാല് ഈ ക്ലാബ് ബോർഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് കൂടി എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ ക്ലാബ് ബോർഡിൽ സീനിന്റെ നമ്പർ ഉണ്ട്. പിന്നീട് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ പണ്ടത്തെ കാലത്ത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലൂടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതിൽ പറയുന്ന പല മൂവീസും കണ്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാശ്മീര മൂവി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ സമയത്ത്, പുസ്തകം വായിക്കുന്ന സമയത്ത്. അപ്പൊ ഈ കടുക് പാടത്തിനിടയിലൂടെ ഓടി വരുന്ന ഒരു കാശ്മീരി ചെക്കനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ. പക്ഷെ ഈ നേരത്തെ ഇവിടെ സംസാരിച്ച പുസ്തക അവതരണം ചെയ്ത ഐശ്വര്യ പറഞ്ഞതുപോലെ ഞാനും ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലം എനിക്ക് ഇത്രയും കൂടുതൽ കണക്ട് ആക്കിയത് എഴുത്തിനും അപ്പുറം, എഴുത്ത് ഒരുപാട് കണക്ട് ആക്കിയെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ചിത്രങ്ങളും കൂടെയായിരുന്നു. അതായത് ആ സമയത്ത് ആൾക്കാർ എങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണമാണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തത് ഈ പിക്ചേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഈ ലീനിയർ എഴുത്തും നോൺ ലീനിയർ എഴുത്തും എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിന്റെ ഭംഗി ആ ഒരു നോൺ ലീനിയർ എഴുത്തിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് ഫിക്ഷൻസ് പോലും നോൺ ലീനിയർ എഴുത്ത് ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ റീസെന്റ് ഇറങ്ങിയ പുസ്തകങ്ങൾ സന്തോഷ് ഇച്ചിക്കാനത്തിന്റെ മാതംഗലിയിലെയും റിഹാന്റെ കാകപുരവും ഒക്കെ നോക്കിയാൽ അതിലെല്ലാം നോൺ ലീനിയർ എഴുത്തുകളാണ് വരുന്നത്. ഇന്നത്തെ കാലത്ത് നോൺ ലീനിയർ എഴുത്തുകൾ ഒരുപാട് വരുന്നൊരു സമയമാണ്. ഇപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും ഒരു ക്രമം ഉണ്ടാവത്തില്ല. അപ്പം ആ ക്രമം ഇല്ലാണ്ട് ഭയങ്കര റോ ആയിട്ട് ഇതില് എഴുതിയത് എനിക്ക് പേഴ്സണലി എനിക്ക്
ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കുമല്ലോ. അതായത് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് വായനക്കാരനും കുറച്ച് പണി തരുന്നുണ്ട്. നീ ഒന്ന് ഓർമ്മിച്ച് വച്ചേക്ക്, ചില കാര്യം ഞാൻ അടുത്ത് എവിടെയെങ്കിലും പറയും എന്നുള്ള രീതിയിൽ എനിക്കിതിൽ അങ്ങനെ ഒരു ഇതാണ് തോന്നിയത്. പിന്നെ ഇതിപ്പോ ഈ നമ്മൾ കാണാത്ത ഒരിക്കലും നമ്മൾ കാണാത്തൊരു സ്ഥലമാണല്ലോ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന. അപ്പൊ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ തോന്നിയതും അണിയറ പ്രവർത്തകർക്ക്, അവർക്കാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അഭിനേതാക്കളെ നമ്മൾ കാണുന്നു, അവരുടെ ജീവിതം കാണുന്നു, പക്ഷെ അതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ എഫേർട്സ്, ഈ പണ്ടൊക്കെ എന്തോരം കഷ്ടപ്പെട്ട സിനിമ എടുത്തത് എന്നൊക്കെ എനിക്ക് തോന്നി. കാരണം ഇന്ന് ക്യാമറ അല്ലെങ്കിൽ ഫോൺ ഉണ്ടല്ലോ, നമുക്കൊരു സീൻ എടുത്തു വെക്കാം. ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ KPC ലളിത ആണെന്ന് തോന്നുന്നു. അവരുടെ ബ്ലൗസിന്റെ കളർ മാറിയ കാര്യം സർ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ പണ്ട് എത്രത്തോളം ആയിരുന്നു ഈ ഇന്ന് എന്താ പറയാ സ്പോട്ട് എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് അതൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എനിക്കറിയാത്തൊരു ലോകം ഈ പുസ്തകം എനിക്ക് കാണിച്ചു തന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനും ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ് തന്നു ഈ പുസ്തകം. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ടപ്പോഴും, ഇവിടെ വേറൊരു മാം പറഞ്ഞത് കേട്ടപ്പോഴും എനിക്കും ആ ഒരു കുറിപ്പ് വായിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇവരെ കുറിച്ചുള്ള നമ്മുടെ പെട്ടെന്ന് പേര് മറന്നുപോയി. സ്മിത. അതെ. അപ്പൊ ആ കുറിപ്പ് എനിക്ക് ഒന്ന് വായിച്ചാൽ കിട്ടിയാൽ കൊള്ളാന്ന് തോന്നി. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ആ ചർച്ചയും നല്ല രസമായിരുന്നു. കുറെ കാര്യങ്ങള് പുസ്തകത്തിലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ഈ ചർച്ച. ഭയങ്കര സന്തോഷം ഇതില് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതില്. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ആ കുറിപ്പ് വാക്കുകൾ കേൾക്കാൻ ഒരു കാലം വരുമെന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ചിന്ത പബ്ലിഷേഴ്സ് ആയിരുന്നു ആ ബുക്ക് ഇറക്കിയിട്ടത്. അത് വായിക്കാൻ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനകത്ത് നോക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇനി ഇതിനകത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആരൊക്കെയാണെന്നുള്ളത്. അമ്പിളി ഉണ്ട് ഇല്ലേ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. ഇവിടെ ഞാനൊരു അമ്പിളിയെ കണ്ടുള്ളൂ. വേറെ അമ്പിളിയെ ഞാൻ ഫുള്ള് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഗ്രൂപ്പിൽ ഇല്ലല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ ഇത് അറ്റൻഡ് ചെയ്യുന്ന വീടിന് പുറത്താണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അഡ്വക്കേറ്റ് അമ്പിളി കമല. മുത്തൂന്നംകാർക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. FB-ലൊക്കെ സജീവമായിട്ട് ഉള്ള ഒരാളാണ്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. മധുപാൽ സാറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ പുസ്തകം എഴുതുന്ന തുടക്കം മുതൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. സാറിന് അറിയാം, കാരണം എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും സാറുമായിട്ട് എനിക്ക് പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത, ഇത്രയും പേര് ഈ ഗ്രൂപ്പിലുണ്ടെന്നും ഇത്രയും പേര് ഈ പുസ്തകം വായിച്ചു എന്നുള്ളതും വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. ആദ്യം മുതലേ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭം പിന്നെ SNM ട്രെയിനിങ് സ്കൂള് അതെ മൂത്തുകുന്നത്തുകാര് സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം. എഴുത്തുകാരനും വായനക്കാർക്കും എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. കൃഷ്ണകുമാർ, ഇനി ആരാ ഉള്ളത്? ഞാനിങ്ങനെ നോക്കുമായിരുന്നു, എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കുട്ടികളാരെങ്കിലും എനിക്ക് മനസ്സിലായില്ല. കാരണം ID രഞ്ജിത്ത് കാണാനുണ്ട്, മറ്റേ പത്തേമാരിയുടെ അസോസിയേറ്റ് രഞ്ജിത്തുണ്ടായിരുന്നോ? അതിനകത്ത് പോയോ? ഇല്ല, നമുക്ക് അറിയുന്ന ആൾക്കാരൊന്നും കണ്ടില്ല എന്നാണ്. കുട്ടികളാരെങ്കിലും പറയുന്നുണ്ടോ? ഷെൽട്ടർ. നമസ്കാരം. നമസ്കാരം. രഞ്ജിത്ത്. ഞാനേ വായിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് വായിക്കാൻ
വായിച്ചിട്ട് പറഞ്ഞാൽ മതി. അതെ, വായിക്കാൻ നിർബന്ധിക്കുന്ന മനോഹരമായ ഒരു മീറ്റിംഗ് ആയത്. ഇപ്പൊ നമ്മളൊരു ചലച്ചിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ തീർച്ചയായും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും വായിച്ചിട്ട് ഞാൻ മധുവേട്ടനെ വിളിക്കാം. സന്തോഷം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സാറേ? തീർച്ചയായിട്ടും. ഞാൻ ഇത് ഒത്തിരി കവർന്നു, സാറിന്റെ ഒത്തിരി സമയം കവർന്നു. എന്തായാലും പുസ്തകമാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. അത് ഒരുപാട് പേര് വായിക്കും. എന്തായാലും ഒരുപാട് പേര് വായിക്കട്ടെ. എൻ്റെ കഥകളുടെ സമാഹാരമുണ്ട്. മധുപാലിന്റെ കഥകൾ ഏറ്റവും അവസാനം ലാസ്റ്റ് കഥ എഴുതിയത് ഇരുകഥകൾക്കിടയിൽ ഒരു ബുദ്ധൻ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരമായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ കഥാസമാഹാരം. മധുപാലിന്റെ കഥകൾ എന്ന് പറഞ്ഞ കഥകളുണ്ട്. ഇത് രണ്ടും വേറെ തരത്തിലുള്ള എഴുത്തുകൾ തന്നെയാണ്. ഒപ്പം ഇന്ന് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, ഐ നോബഡി എന്നുള്ള ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നിരന്തരമായിട്ട് പല വഴികളിലൂടെ സഞ്ചരിക്കുന്നു, അത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടെ കൂട്ടുക. എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞിട്ടില്ല സാർ, നന്ദി പറയലൊക്കെ ഉണ്ട് സാർ, അതും കൂടെ കഴിഞ്ഞിട്ട് പോവാ. എന്തായാലും ഇത്ര വൈകില്ല. അഫ്ര, ഇന്നത്തെ ഈ പരിപാടിയുടെ ഔദ്യോഗിക നന്ദി പ്രകാശനത്തിനായി നമ്മുടെ കോളേജിലെ 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയും എൻ്റെ പ്രിയ കൂട്ടുകാരിയുമായ അപർണ ജയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണം സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് അവസരം ഒരുക്കി തന്ന മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ബിസിനി മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കൂടി എഴുത്തനുഭവങ്ങൾ പങ്കുവെച്ച മധുപാൽ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മീറ്റിൽ എത്തിച്ചേർന്ന PF മാത്യു സാറിനും നന്ദി അറിയിക്കുന്നു. മായാസഞ്ചാരം എന്ന പുസ്തകം വളരെ ഭംഗിയായി അവതരിപ്പിച്ച ഐശ്വര്യയ്ക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയ കൃഷ്ണകുമാർ സാറിനും ഹീര മിസ്സിനും മോണിക മിസ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ അക്ഷയയ്ക്കും മോഡറേറ്റർ അഫ്രയ്ക്കും സ്വാഗതം ആശംസിച്ച ദർശനിക്കും നന്ദി അറിയിക്കുന്നു. അവസാനമായി നമ്മുടെ മീറ്റിൽ കൂടിയിരിക്കുന്ന വായനയെ സ്നേഹിക്കുന്ന പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. വായിക്കാത്ത ആളുകൾ പുസ്തകം വായിക്കുക. വായിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, കേൾക്കാം. ഐശ്വര്യ